ഹായ്, ഞാൻ ദീപം. അൺഫോൾഡിങ് മൈ മെമ്മറീസ് തുടരുകയാണ്. അപ്പോൾ അന്നക്കുട്ടി വന്നു. പിന്നെ അവളുമായിട്ട് ഞങ്ങൾ ആദ്യം ഒരു വീട്ടിൽ പോയി. അവിടെ 2 മാസം താമസിച്ചിട്ട് പിന്നെ അച്ചാച്ചി പറഞ്ഞ അച്ചാച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുവാണ്. അവിടുന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ഇൻ ദ സെൻസ് എനിക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ബിജു എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞു. ഓക്കെ, അല്ല, ഞാൻ കുറച്ച് നാൾ നമ്മൾ സാധനങ്ങളൊക്കെ നടുക്കി വെച്ചതിന് ശേഷം ബിജു അങ്ങ് പോയി, എറണാകുളത്തേക്ക് പോയി. വിപ്രോയില് ജോലി കിട്ടി ബിജു അങ്ങ് പോവാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛനും അമ്മച്ചനും വീട്ടിലാണ് നിൽക്കുന്നത്, കൊച്ചിനെയും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പം ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോൾ ബിജു വരും. അപ്പം ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഞായറാഴ്ച ആകുമ്പോൾ ബിജു പോവും. ബിജുവിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ അത് അങ്ങനെ ഒരു പ്രോസസ് ആയിരുന്നു കേട്ടോ, കുറേ നാൾ. അതായത് ഒരു അന്നയ്ക്കൊക്കെ ഒരു 3 വയസ്സ് 4 വയസ്സാവുന്നവരെ ഇത് തന്നെ ആയിരുന്നു പരിപാടി. അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു ബിജു വരുന്നതേ എന്തുവാണ്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ആ ആഴ്ചത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും. അതായത് കൊച്ചിന് പാമ്പർ, നാന്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് സ്പെൻസറിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. അതിൽ ബിഗ് ബസാറൊക്കെ ആ സമയത്താണ് തോന്നുന്നുള്ളത്. അതെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ബിഗ് ബസാർ, നമ്മൾക്ക് മറ്റേ എസ്കലേറ്റർ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന സംഭവം ബിഗ് ബസാറാണ്. അപ്പം അന്നിങ്ങനെ കറക്കാണ്, ശനി ഞായറും ഫുൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊച്ചിനെ കൊണ്ട് പോവുക. സിനിമ കാണാനൊന്നും അങ്ങനെ പോയിട്ടില്ല. ഏതോ ഒരു സിനിമയ്ക്ക് മാത്രമേ പോയിട്ടുള്ളൂ. എനിക്കൊന്നും മറ്റേ രാവണല്ലല്ലോ, ഐശ്വര്യ റായും പൃഥ്വിരാജും കൂടെ ഒക്കെ ഉള്ള ഒരു സിനിമ ഉണ്ടല്ലോ, എൻ്റെ പേരെന്താണ്, ആ സിനിമ കാണാൻ പോയി. അന്ന് കൊച്ചിനെയും കൊണ്ട് തിയേറ്ററിൽ പോയിട്ട് കൊച്ചിന് പാല് കലക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു വലിയൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് കേട്ട ഇവളങ്ങ് കീറി അങ്ങ് അലച്ച് ഒരൊറ്റ തട്ട് ഞാൻ ഇവർക്ക് പാല് കൊടുത്ത് ആ പാൽക്കുപ്പി തട്ടി തെറിപ്പിച്ച് അത് അങ്ങ് നമ്മൾ ഏറ്റവും ടോപ്പിൽ അങ്ങാണ്ട് ഇരിക്കുകയായിരുന്നു. അവിടുന്ന് അത് ഉരുണ്ട് വേറെ എവിടെ അങ്ങാണ്ട് പോയി. പിന്നെ നമുക്ക് കിട്ടിയില്ല. അപ്പം സിനിമ തുടങ്ങി കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, ഞാനും ബിജുവും കൂടെ പുറത്തു പോയി നിന്ന്. ബിജു കുറച്ചു നേരമൊക്കെ അകത്തിരുന്ന സിനിമ കണ്ട് കാണാൻ പറ്റുന്നില്ല. അന്നത്തോടെ ഞാൻ പറഞ്ഞു ഇനി സിനിമയ്ക്ക് ഞാനില്ല. പിന്നെ എനിക്ക് ഗിൽറ്റ് ആയിരുന്നു. അതായത് ഈ ഒരു അടുത്ത കാലത്ത് വരെ എനിക്ക് പിള്ളേരെയും കൊണ്ട് പോകാതെ ഞാൻ സിനിമയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് ആനി ഇപ്പൊ അവൾക്ക് ഇപ്പൊ എത്ര വയസ്സാ? അല്ല, അന്നയുടെ പ്രായം തന്നെ പറയാം. അന്നയ്ക്ക് ഇപ്പൊ എത്ര വയസ്സാ? 16 വയസ്സ്. അപ്പൊ ഈ 16 വർഷം അന്ന് ആ ഒരു തട്ടി കൊച്ചിനെ കൊണ്ടുപോകാതെ നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഒരു ഇതായതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ ബിജു ആയിട്ട് പോലും ഞാൻ അങ്ങനെ സിനിമയ്ക്ക് പോയിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കര ഗിൽറ്റായിരുന്നു കൊച്ചിനെ കൊണ്ടുപോകാതെ എങ്ങനെയോ പോകുന്നേ. പക്ഷെ ശരിക്കും പറഞ്ഞു ഭയങ്കര മണ്ടത്തരമായിരുന്നു ഞാൻ കാണിച്ചത്. എൻ്റെ സമയം മൊത്തം ഞാൻ വെറുതെ കളഞ്ഞു എന്നുള്ളതാണ് കൊച്ചിനെ വേണ്ടിയിട്ട്. ഇപ്പൊ പിള്ളേർക്ക് ഇഷ്ടമുള്ള സിനിമ പിള്ളേർ പോയി കാണും, നമുക്ക് ഇഷ്ടമുള്ള സിനിമ നമ്മൾ പോയി കാണും. ഇപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ല എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്യണം, എനിക്ക് എല്ലാ അലമ്പും എൻ്റെ തലേന്നൊന്ന് പോകണം എന്ന് വെക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി കാണുന്നത് ഒരു സിനിമയാണ്. ഭയങ്കര ഒരു സന്തോഷമാണ്. അത് ഈ ഒരു അടുത്ത കാലത്ത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ അതിലേക്കൊന്ന് തിരിഞ്ഞതും ഗിൽറ്റ് ഫ്രീ ആയിട്ട് പോയി കാണാൻ പറ്റിയതും. ശരിക്കും അത് നമ്മുടെ കണ്ടീഷനിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. അന്നേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ശരിക്കും അന്നെ ജനിച്ചതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. ഞാനിങ്ങനെ ഓർത്തോർത്ത് വരികയാണ് എന്താണ് സംഭവം നടന്നതെന്ന്. അപ്പൊ അതൊന്ന് വീക്കെൻഡ്സിൽ ബിജു വരും. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളത് ഈ അന്നയ്ക്ക് റുബല്ല ഉണ്ടായി എല്ലാം ഹീലായിട്ട് വന്നതിന്റെ പേരില് ഒത്തിരി നേർച്ചകൾ നമ്മുടെ ഇതിൽ തന്നെ ഒത്തിരി പേര് നേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ആലപ്പുഴയുള്ള ഒരു ആന്റിയാണ്, അവിടുത്തെ എന്തോ ഒരു മാതാവിന്റെ നോവേന, പഴങ്ങാടി പള്ളിയിൽ മാതാവിന്റെ നോവേന, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന് എന്തോ ഒരു നേർച്ച എന്തോ നേർന്നിട്ടുണ്ട്. അത് ഞാൻ പോയില്ല, അതിന് ഞാൻ ക്യാഷ് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഉള്ളത് അച്ചാച്ചി നേർന്നതങ്ങാണ്ടാണ്. ഞാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും നേർന്നിട്ടില്ല. ഞാൻ ഒരു പരിപാടിയും ഞാൻ നേർന്നിട്ടില്ലായിരുന്നു. എനിക്കങ്ങനെ നേർച്ച പരിപാടികളൊന്നും പണ്ടേ താല്പര്യമുള്ളതല്ല. പിന്നെ ഇവരിങ്ങനെ നമ്മളെ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ ഈ നേർച്ചയ്ക്കെല്ലാം പോകാൻ തുടങ്ങിയത്. അതിനൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു പ്രാവശ്യം ഞാനും ബിജുവും കുഞ്ഞും കൂടെ ഞങ്ങൾ എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറുന്ന, അതായത് ഞങ്ങൾ ആ വേറെ വാടക വീട് എടുത്തല്ലോ, ആ വീട്ടിലോട്ട് കയറുന്ന വഴിക്ക് ഒരു പാമ്പ് തന്നെയാണ്, ചേരയൊന്നുമല്ല, ഒരു പാമ്പ് നേരെ, അതായത് ഞാൻ ആദ്യം കാറിന്ന് കൊച്ചിനെ നമ്മൾ മറ്റേ കാർ സീറ്റ് കാരിയറിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കാറിൽ. ആ കാർ സീറ്റ് ഉൾപ്പെടെ ഞാൻ കൊച്ചിനെ എടുത്ത്, അപ്പൊ അവൾക്ക് എനിക്കൊന്ന് 1 വയസ്സിൽ താഴെയാണ് പ്രായം. കാർ സീറ്റിൽ നിന്ന് എടുത്ത് ഞാൻ നേരെ അകത്ത് കൊണ്ട് കിടത്തിയേച്ച് പിന്നെ ഞാൻ ബിഗ് ബസാറിൽ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എടുക്കണം. അപ്പൊ ബിജു ഗേറ്റ് പൂട്ടാനും പോയി. അപ്പൊ ഞാൻ സാധനം എടുത്ത് ആദ്യം കൊച്ചിനെ അകത്ത് കൊണ്ട് കിടത്തിയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്ന് സാധനം എടുത്ത് തിരിച്ചു കയറാൻ നോക്കിയപ്പോ പടിയെ കൂടെ ഒരു പാമ്പ്, വെള്ളിക്കെട്ടെന്നാണ് മറ്റേ മോതിര വളയം എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവമായിരുന്നു. അപ്പം
നമ്മുടെ ആ ഏരിയയിൽ ഒരു ഓടയുണ്ട്, ഇപ്പോഴും അവിടെ ഓടയുണ്ട്, ഇപ്പോഴും പാമ്പൊക്കെ ഉള്ള സ്ഥലമൊക്കെ തന്നെയാണ്. അടുത്തൊരു വലിയ പറമ്പും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പാമ്പ് വരുന്നതാന്ന് പറഞ്ഞിട്ട് അതിനെ കൃത്യം ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് അങ്ങ് അറപ്പായി. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു, അതുണ്ടല്ലോ ഇങ്ങനെ നേർച്ചക്കട ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പാമ്പിനെ കാണുന്നത്. സോ നീ എത്രയും പെട്ടെന്ന് മറ്റേ പോട്ടയിലാണോ പോയത്? ഞാൻ ഇത് 2 സ്ഥലം ഉണ്ടല്ലോ, എനിക്ക് പേരൊന്നും ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. നമ്മള് തൃശ്ശൂരുള്ള 2 സ്ഥലം ഉണ്ടല്ലോ, പോട്ടയിലാന്ന് തോന്നുന്നു ഞങ്ങള് പോയത്. എന്തായാലും അവിടെ ഒരു നേർച്ചയുണ്ട്, അച്ചാച്ചി പോവാന്ന്. അച്ചാച്ചി പോയത് എവിടെയാ? അവിടെ തന്നെ. അച്ചാച്ചി മനസാന്തരപ്പെടാനായിട്ട് പോയല്ലോ, അവിടെ തന്നെയാണ് ഞങ്ങളും പോയത്. അപ്പം അടുത്തടുത്ത് 2 ഇതുണ്ട്. അപ്പൊ ഏതോ ഒരു ഈസ്റ്റർ അടുപ്പിച്ചുള്ള സമയത്ത് ഞങ്ങൾ പോയി. ഒരാഴ്ചയാണ് നമ്മൾ അവിടെ പോയി നേർച്ച ഇതാണ്. അപ്പൊ ഞാൻ ലീവൊക്കെ എടുത്ത് കൊച്ചിനെയും കൊണ്ട്, ബിജുവിനെയും കൊണ്ട്, അച്ചാച്ചിനെയും കൊണ്ട് നമ്മളെല്ലാരും കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ പാമ്പിനെ കണ്ട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ പോകുന്നത്. അപ്പം കൊച്ചു തീരെ പൊടിയാണ്, 1 വയസ്സൊന്നും ആയിട്ടില്ല. അപ്പൊ പറഞ്ഞു കൊച്ചിന് എല്ലാം ഓക്കെ ആയിട്ട് നീ നേർച്ച ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കൊച്ചു നല്ല സൂപ്പറായിട്ടിരിക്കണം. അപ്പോഴും എനിക്ക് ആലോചിക്കുന്നുണ്ട്, ഇവക്ക് കുറുക്ക് എങ്ങനെ കൊടുക്കും, ഇവക്ക് പാലെങ്ങനെ കൊടുക്കും. കാരണം എന്റെ പാലല്ല അവള് കുടിക്കുന്നത്, അവള് ലാക്ടജനാ കുടിക്കുന്നത്. ലാക്ടജൻ നാനോ എന്താണ് കുടിക്കുന്നത്? ലാക്ടജൻ മറ്റവളാ കുടിച്ചോണ്ടിരുന്നത്, ഇവള് നാനാണ് കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ തിന്നുന്ന നാനല്ല, പൊടിയാണ് കേട്ടോ. അപ്പം നാൻ 1, നാൻ 2, നാൻ 3 ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അവസാനം വരെ നമ്മൾ കൊടുത്തിരുന്നോക്കെ. അപ്പൊ ഇതാണ് കലക്കി കൊടുക്കുന്നത്. അപ്പൊ ചൂട് വെള്ളം വേണം. ഇതൊക്കെ എങ്ങനെയാവും എന്ന് വിളിച്ചു ചോദിച്ചിട്ടൊന്നും നമുക്കൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയ ഒരു ഗ്യാസിന്റെ കുറ്റി, ഗ്യാസും അതിന്റെ ഇതും കൂടെ ഉള്ള സംഭവം കൂടെ ഒക്കെ ഉണ്ടായാണ് ഞങ്ങൾ പോണേ. കാരണം ഞങ്ങൾക്കൊരു റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് റൂം കിട്ടി. ചാച്ചിയും ഞാനും കൊച്ചും ബിജും എല്ലാം ആ റൂമിൽ തന്നെ നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുള്ളതുകൊണ്ട് കൊച്ചിന് ഇപ്പൊ പാലൊക്കെ കുറുക്കി കൊടുക്കാനാണെങ്കിൽ നമുക്ക് സൗകര്യമാണല്ലോ. പക്ഷെ ഇതിന് കൃത്യസമയം കണ്ടുണ്ട്, ഇത്രയോ സമയം കഴിയുമ്പോൾ നമ്മൾ ആ റൂമിൽ ഇരിക്കാൻ പാടില്ല, നമ്മൾ ധ്യാനത്തിന് പോകണം. അങ്ങനെ ഫസ്റ്റ് ആദ്യത്തെ ദിവസം ധ്യാനം തുടങ്ങി. അപ്പം എല്ലാവരും ഇരിക്കുന്ന സെക്ഷനിൽ തന്നെയാണ് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നുകൊണ്ടിരുന്നത്. ധ്യാനം എനിക്ക് കേൾക്കാനും അല്ലെങ്കിൽ കൂടാനും ഒന്നും നമുക്ക് പറ്റുന്നില്ല. കൊച്ചു ഭയങ്കര അലമ്പാകും, തീരെ പൊടി കൊച്ചാ, അതിന് ചൂടൊന്നും സഹിക്കാൻ വയ്യ, ഇത്രയും ആളും ബഹളവും ഓക്കെ. അപ്പൊ കൊച്ചാകെ തളർന്ന് കരഞ്ഞ് ബഹളം. അപ്പൊ ഞാൻ ഇതിനെ എടുത്തോണ്ട് നടക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റൂമിൽ പോകാനും പറ്റത്തില്ല, ഇവരങ്ങനെ റൂമിൽ പോകാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം, അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ധ്യാനം കേൾക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പിള്ളേരും അമ്മമാരും മാത്രം ഇരിക്കുന്ന വേറൊരു സെക്ഷൻ ഉണ്ട്, അവിടെ കൊണ്ടിരുത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പിള്ളേർ എന്തെങ്കിലും കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഛർദ്ദിക്കുന്നു. അപ്പൊ ഈ ഛർദിലിന്റെയും പിള്ളേരുടെ അലമ്പും ബഹളവും, പിന്നെ പിള്ളേർ വന്ന് ഇവളെ പിടിച്ച് ഇവളുടെ പിടിച്ച് വലിക്കുന്നു, ചവിട്ടുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആകെ അൺകംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. എനിക്ക് എന്ത് ചെയ്യണം? ധ്യാനം കൂടാൻ വന്നിട്ട് അവസാനം ദൈവത്തെ വരെ വെറുത്തു പോയ അവസ്ഥയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇരിക്കും, എന്തിന്റെ ആവശ്യത്തിനാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ഒരാഴ്ചയുണ്ട്. കുറെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെന്നപ്പോ തൊട്ട് ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ തന്നെ ഫുഡാണല്ലോ. അപ്പൊ കൊച്ചിന് ഈ ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി തന്നെയാണ് കൊടുത്തോണ്ട്. നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങാനും പറ്റത്തില്ല, നമ്മൾ പുറത്തിറങ്ങാൻ അവർ സമ്മതിക്കത്തില്ല. ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെയാണ്. അപ്പം പാലില്ലാത്തതിന് അവർ പറഞ്ഞു പാൽ അവിടുന്ന് തന്നെ അവരുടെ ഫാമിലെ പാല് രാവിലെ ചൂടാക്കി കൊണ്ടുതരും. തിളപ്പിച്ച പാല് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊരു കണ്ടെയ്നറുമായിട്ട് പോയി രാവിലെ പോയി ക്യൂ നിൽക്കണം. ഈ സ്ഥലം എവിടാന്ന് എനിക്ക് കൃത്യം വരുന്നില്ല. പോട്ടയാണോ? 2 മറ്റേ തൃശ്ശൂർ തന്നെ 2 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് പോട്ട, മറ്റതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടും. നമ്മൾ പോട്ടയിലാണ് പോയെന്നാണ് എൻ്റെ ഓർമ്മ. തൃശ്ശൂർ ഇൻ ദ സെൻസ് എനിക്കൊന്ന് എറണാകുളം കഴിഞ്ഞിട്ട് കേട്ടോ, എറണാകുളം കഴിഞ്ഞിട്ട്. എനിക്ക് ആ കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല. അപ്പൊ രാവിലെ ബിജുവോ ഞാനോ പോയിട്ട് അതിരാവിലെ എനിക്കൊന്ന് 6 മണിക്ക് അങ്ങോട്ട് ചെല്ലണം. ക്യൂ നിന്നിട്ട് വേണം നമുക്ക് പാല് കിട്ടാൻ. അപ്പൊ കൊച്ചിന്റെ ആവശ്യം ആയതുകൊണ്ട് നമ്മൾ അതിരാവിലെ എണീറ്റ് പോയി പാല് മേടിച്ചോണ്ട് വരും. ആദ്യത്തെ 2 ദിവസം ഞാൻ ഇത് തിളപ്പിച്ചാണ് കൊച്ചിന് കൊടുത്തോണ്ടിരുന്നത്. വീട്ടിൽ ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ തിളപ്പിക്കും. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ പേടി ഉള്ളിൽ കിടപ്പുണ്ട്, ഇവരെങ്ങാനും ഇതിനകത്ത് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. അതായത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് പുറത്തിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞി സിലിണ്ടറും ബർണറും കൂടെ ചേർന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പെട്രോമാക്സ് പോലത്തെ ഒരു കുഞ്ഞു സാധനമാണ്. അപ്പൊ അതിന് ആരെങ്കിലും കണ്ട് പ്രശ്നമാക്കുമോ, ഇനി എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2ാമത്തെ ദിവസം തൊട്ട് അത് യൂസ് ചെയ്തില്ല. കാരണം ഈ പാല് നമുക്ക് കിട്ടുമ്പോഴേ നല്ല പൊള്ളിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അവർ ചൂടാക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്, അല്ല തിളപ്പിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സോ നമ്മൾ വിചാരിച്ച് തിളപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളതങ്ങ് അതുപോലെ തന്നെ കൊച്ചിന് പാലില്
എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറുക്കി കൊടുക്കുകയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ കുറുക്കാ കൊടുക്കുന്ന കൊച്ചിന്, വേറെ ഒന്നും കൊച്ചു കഴിക്കുന്നുമില്ല. പിന്നെ പാലും കൊടുക്കും, ഈ നാൻ അതിന്റെ പാലും കൊടുക്കും. അപ്പൊ ഒരു 4ാമത്തെ ദിവസമായപ്പം ഇവക്ക് വയറിളക്കം അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ കൊച്ചിന് നിക്കക്കള്ളില്ല, കൊച്ചു കരച്ചില്. ഈ ഞാൻ ഫുൾ ടൈം ഇത് ക്ലീൻ ചെയ്ത് തന്നെ എനിക്ക് പരിപാടി. അപ്പം പാമ്പേഴ്സാണ് നമ്മൾ കൊണ്ടുപോയേക്കുന്നത്. പാമ്പർ മൊത്തം തീരാറായി. പിന്നെ പാമ്പർ വെച്ച് അതെല്ലാം പൊട്ടി. ആ ഏരിയ എല്ലാം പൊട്ടി. കാരണം ഓരോ പ്രാവശ്യം ഞാനിത് ക്ലീൻ ചെയ്യും, വൈപ്സ് വെച്ചാ ക്ലീൻ ചെയ്യുന്നത്. ഈ വൈപ്സ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ പ്രയാസമായിട്ട് പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം കഴിക്കാൻ തുടങ്ങി. അപ്പൊ വെള്ളം കൂടെ ചെന്ന് കൊച്ചാകെ നീറി പുകഞ്ഞൊരു പരുവായി. അപ്പം ഇവര് ഇത്രയും വശക്കേടായ പിന്നെ ഞങ്ങൾ പോയി മറ്റേ സാക്ഷ്യം പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയാനായിട്ട് വിളിച്ചു. ഞാൻ പോയി സാക്ഷ്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ നേർച്ചയൊന്നും നേർന്നിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. അതായത് ഞാൻ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, അതായത് ഇനി മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും എനിക്കത് ടോളറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എനിക്കത് അവളെ നോക്കാനുള്ളൊരു ശക്തി തരണം, ആരോഗ്യമുള്ള കൊച്ചിനെ തരണമെന്ന് പോലുമല്ല ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കത് നേരിടാനുള്ള ശക്തി എനിക്ക് കിട്ടണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരിക്കലും ഇവിടെ വന്ന് നേർച്ച നേർന്നോളാം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് അച്ചാച്ചിയുടെ ഒരു നേർച്ചയാണ്. സോ അച്ചാച്ചിയും വന്നിരുന്ന സ്റ്റേജിൽ എനിക്കൊന്ന്, പക്ഷെ നമ്മുടെ ഫോട്ടോയാണ്, ഞാനും ബിജുവും കൊച്ചും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റേജിൽ ചെന്ന് സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് കൊച്ചിന് ഇത് കൂടുന്നതും. അപ്പൊ തന്നെ അവര് ഞാൻ പറഞ്ഞിങ്ങനെ കൊച്ചു തീരെ വയ്യാതിരിക്കുകയാണ്, നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അത് കാരണം അവര് അടുത്ത ശനിയാഴ്ച വൈകിട്ടേ ഇവര് പുറത്ത് വിടത്തുള്ളൂ, നമ്മളെ ഇറക്കൂല. അപ്പൊ ഞാനും ബിജുവും കൂടെ കൊച്ചിനെയും കൊണ്ട് തേരാപ്പാര ഓടി നടക്കുമ്പോ അച്ചാച്ചിയുടെ കൃത്യമായ മറ്റേ സ്റ്റേജിന്റെ അടുത്തുള്ള ഒരു സീറ്റിൽ പോയിരുന്ന അച്ചാച്ചി ഹാലലുവിയും പരിപാടികളും ഒക്കെയാണ്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, അച്ചാച്ചി ഒരു രക്ഷയില്ല, കൊച്ചിനെ കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ അച്ചാച്ചി ഒന്നും മിണ്ടുന്നില്ല. കാരണം അച്ചാച്ചി അന്നേരം റിക്കവർ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഇതാണ്, പിന്നെ അസുഖമൊക്കെ വന്നിട്ടിരിക്കുന്നതാണ്. അപ്പൊ അച്ചാച്ചിക്ക് അതൊന്നും വലിയൊരു കാര്യമൊന്നും അല്ല, അത് ദൈവം നോക്കിക്കോളൂ എന്നുള്ള ഒരു മട്ടാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കൊച്ചിനി ഉണ്ടാവത്തില്ല. ആ അവസ്ഥയിൽ അവള് വയറിളകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഏരിയ എല്ലാം പൊട്ടി, കൊച്ചു കരച്ചിലും ബഹളവും, ആകെ രക്ഷയില്ല. അപ്പൊ ഞങ്ങളിത് പോയി പറഞ്ഞു കഴിഞ്ഞപ്പം അവിടുന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് പാസ് തരാം, നിങ്ങൾ പോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറഞ്ഞു. അവിടെ എന്തോ സെന്റ് ജോൺസ് ആണെന്ന് തോന്നുന്നു, അവിടെ ഒരു ഹോസ്പിറ്റല്. അതിന്റെ ID കാർഡ് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ അന്നയുടെ പേരിലെടുത്ത ID കാർഡ് അല്ല, അവിടെ മറ്റേ പേഷ്യൻ കാർഡ് ഉണ്ടല്ലോ അത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉടനെ ഡോക്ടർ ചൂടായി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ പൊടി കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഈ ധ്യാനത്തിന് വരുന്നത്, ഇതിനൊക്കെ കലക്കി കൊടുക്കുന്ന എന്നാന്ന് നിങ്ങൾക്ക് അറിയാവോ? അവിടുത്തെ പാല് കുടിച്ചിട്ട് എത്ര പേരാണ് ഇവിടെ ഈ വയർ അപ്സെറ്റ് ആയിട്ട് കൊച്ചു പിള്ളേരെ കൊണ്ട് വന്നേക്കുന്നത്, നിങ്ങളൊന്നും പഠിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അവരവിടുന്ന് തിളപ്പിച്ചല്ലേ പാല് തരുന്നേ. അപ്പൊ പിന്നെ ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല, ഞാൻ അത് വെച്ച് അങ്ങനെ കൊടുത്തു. എൻ്റെ കയ്യിൽ ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാനത് പിന്നെ തിളപ്പിക്കാനൊന്നും നോക്കിയില്ല. ഞാൻ നല്ല തിളച്ച ചൂടില്ല എനിക്ക് കിട്ടുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞത് അങ്ങനൊന്നും അല്ല, അത് ജസ്റ്റ് അവർ ചൂടാക്കി തരുന്നതാണ്, എല്ലാവരുടെയും ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവർ തരുന്നതാണ്. നമ്മളത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണ്ടേ, എത്ര പേര്. അതുമല്ല ഫുഡും ഒക്കെ നിങ്ങൾ കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കൊച്ചിന് വേറെ ഫുഡൊന്നും കൊടുത്തില്ല, ആകെ കൊടുത്തേക്കുന്നത് പാലാണ്, മറ്റേ നാനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഓക്കെ കുറുക്കൊക്കെ അങ്ങോട്ട് നിർത്തിക്കോ, പറ്റുമെങ്കിൽ കരിക്കും വെള്ളം അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇത്. അപ്പൊ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് സ്ഥലം വിട്ടോ, ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല, നടക്കത്തില്ലെന്ന് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങള് തിരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നോണ്ട് തന്നെ എനിക്കൊന്ന് അന്നോ പിറ്റേന്നോ രാവിലെയോ ഞങ്ങള് എല്ലാം പാക്ക് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് അനുമതി കിട്ടി. ഈ ധ്യാനം തീരുന്നതിന് മുന്നേ തന്നെ നമുക്ക്, അതായത് ഒരു ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. ദുഃഖവെള്ളിയാഴ്ചയാണേ, അന്ന് ഈസ്റ്ററിന്റെ അടുപ്പിച്ചുള്ള ധ്യാനമായിരുന്നു ഇത്. അതായത് ഈസ്റ്ററിന്റെ ആഴ്ചയിലെ ധ്യാനമായിരുന്നു. സോ ദുഃഖവെള്ളിയാഴ്ച രാവിലെ തന്നെ നമ്മള് ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്നു. തിങ്കൾ ചൊവ്വ ബുധൻ, ബുധനായപ്പോ കാര്യം വഷളായി. വ്യാഴം വരെ വെച്ചോണ്ടിരുന്നു. വ്യാഴാഴ്ച രാത്രി എങ്ങണ്ടാ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് അങ്ങ് ഇറങ്ങി. കാരണം വ്യാഴാഴ്ച ഒത്തിരി രാത്രിയാണ് ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. ഡോക്ടറിന്റെ വായിലിരിക്കുന്ന കേൾക്കുന്നത്. അപ്പൊ ഡോക്ടർ കുറച്ച് എന്തൊക്കെയോ മറ്റേ എൻഡോജെർമിനൊക്കെ തന്നു, ഈ വയറിളക്കം ഒന്ന് മുറുകാനായിട്ടൊക്കെ ഉള്ളത് തന്നു. എന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പൊ ഞാനിങ്ങനെ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചോണ്ട്, അതായത് അതിന് പിന്നെ പാമ്പേഴ്സ് ഒന്നും ഇടിയിപ്പിക്കാതെ ചുമ്മാ പാമ്പർ തുറന്ന് നമ്മളിങ്ങനെ വെറുതെ വെച്ചേക്കുക, കെട്ടാതെ ഇങ്ങനെ വെച്ചോണ്ടാണ് കൊച്ചിനെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് നമ്മൾ ഓടി തിരിച്ച് ആലപ്പുഴയിൽ ഒന്ന് ഹോൾട്ട് ചെയ്ത്. ആലപ്പുഴയിൽ അങ്കിളുടെ ആന്റിയുടെ വീടുണ്ട്, അമ്മയുടെ അനിയന്റെ വീടുണ്ട്. അവിടെ ഒന്ന് കയറി കൊച്ചിനെ കുറച്ച് നേരം അവിടെ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണമല്ലോ, കാരണം ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ഡ്രൈവിംഗ് ആണ്. ഞങ്ങൾ പോട്ടേന്ന് പിന്നെ ആലപ്പുഴയിൽ ഒന്ന് ഹോൾട്ട് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫുഡും കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് വെച്ചടിക്കുന്നത്. അപ്പോഴത്തേക്കും
കൊച്ചു വയ്യാണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ SUT-യിലെ ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ ഡോക്ടറും ഞങ്ങളെ വഴക്കുറഞ്ഞു, നിങ്ങൾ ഈ പൊടിക്കുറ്റിനെ വെച്ചിട്ടാണോ ഈ പരിപാടി കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറെ വഴക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊച്ചപ്പോഴത്തേക്കും ഒന്ന് സെറ്റായി. കാരണം നമ്മൾ പിന്നെ ഈ കുറുക്കൊന്നും കൊടുക്കണ്ട, മറ്റേ നാനാണെ തന്നെ നേർപ്പിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ അടുത്ത് ഒരു സോയാ മിൽക്ക് അങ്ങനെ എന്തോ ആണ് സാധനം ഡോക്ടർ നമ്മൾക്ക് തന്നത്. സോയാ മിൽക്ക് എന്തോ കലക്കി കൊടുക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞു, വയറ് ശരിയാവുന്ന വരെ അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ആ ഈസ്റ്റർ അങ്ങനെ അങ്ങ് പോയി. അതെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കുഞ്ഞാണ് ആള്. അന്നേരത്തേക്ക് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു ദേഷ്യമായി തുടങ്ങി. ഇത് ശരിക്കും കൊച്ചിനെയൊക്കെ കൊണ്ടുപോയി നമ്മൾ തന്നെ ഒരു മണ്ടത്തരം കാണിച്ചാണ് കൊച്ചിത്രയും പ്രശ്നമായി എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ബിജു പിന്നെ അവിടെ ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ബിജു അവിടെ ഇല്ല. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോവും, കൊച്ചിനെ അമ്മച്ചി നോക്കിക്കോളും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, വീട്ടിലെ ജോലിയും ചെയ്യണ്ട. കാരണം അമ്മച്ചിയുടെ ജോലി വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലധികം ജോലികളൊന്നും ചെയ്യാറൊന്നുമില്ല. രാവിലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിക്കും, ചിലപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പൊ അമ്മയാണ് കൊച്ചിനെ നോക്കുന്നത്. സോ ഞാൻ ഭയങ്കര കെയർ ഫ്രീ ലൈഫായിരുന്നു. അന്നേരം എനിക്ക് മറ്റേ എല്ലിനിടെ കുത്തിയിട്ടാണ് ഞാൻ ഇഷാന എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത്. ആ സമയത്ത് അതായത് അന്നേരം അന്നയ്ക്ക് അത്യാവശ്യം പ്രായമുണ്ട്. അന്ന LKG UKG ഒന്നും LKG-യിൽ കയറി കാണുമായിരിക്കും. അല്ല, LKG-യിലൊന്നും കയറുന്നില്ല, നഴ്സറിയിലൊക്കെ ആക്കുന്ന പ്രായമേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് ഞാൻ ഇഷാന തുടങ്ങുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്, അതായത് ഈ ജോലി മടുത്ത്, കാരണം കൊച്ചിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് കൊച്ചിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല, കൊച്ചിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് കൊച്ചിനെ അസുഖം വരുമ്പോൾ എനിക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കുവാണ്, ഇത് ശരിയാവത്തില്ല, നമ്മൾ ഇങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ ഇതിനകത്ത് പെട്ടുപോകാന്നൊക്കെ പറയുന്ന എന്തോ പരിപാടിയാന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അന്ന് മൊത്തം ഡിസ്കഷൻ എല്ലാവരുമായിട്ട്, നമ്മൾ അപ്പുറം ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ഡിസ്കഷൻ ഇതാവും, ഞാൻ എങ്ങനെയെങ്കിലും ബിസിനസ് തുടങ്ങും, എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നതെന്ന്. അങ്ങനെ പിന്നെ പണിയുടെ ഇടയിൽ കംപ്ലീറ്റ് തപ്പല, എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തപ്പി വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ക്യുക്കറിലൊക്കെ തപ്പി വന്നു. ഞാൻ ജോലി തപ്പി വേറെ ബിസിനസ് തപ്പി ക്യുക്കർ വരെ ഒക്കെ ചെന്നു. അപ്പൊ അന്ന് എനിക്കൊന്ന് ഇന്ത്യ മാർട്ടോ അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അതിലോട്ടൊന്നും എനിക്ക് ഫോക്കസ് പോയില്ല. ക്യുക്കറിൽ നോക്കിയപ്പോൾ കുറെ പേരുടെ ഡീറ്റെയിൽസ് കിടക്കുന്നു, അതായത് ഹോൾസെയിൽ റേറ്റിൽ ചുരിദാർ മെറ്റീരിയൽ കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഇത്. അപ്പൊ കൂടുതലും അഹമ്മദാബാദ്, ഗുജറാത്ത് ആ ഏരിയയിലുള്ള. അപ്പൊ എനിക്ക് അറിയാം ഇവിടുന്നൊക്കെയാണ് നമ്മൾ തുണി കിട്ടുന്നതെന്ന് അറിയാം. എങ്കിൽ പോലും എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ ഇവരെ ഒരു ദിവസം ശനിയാഴ്ച കുത്തിയിരുന്ന്, അതായത് ശനിയാഴ്ച വർക്കിംഗ് അല്ല, ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ശനിയാഴ്ച കുത്തിയിരുന്ന് ഞാനൊരു എക്സൽ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കി ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് വിളിച്ചപ്പോൾ അവർ കാറ്റലോഗ്സ് അയച്ചു തരാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാവുന്ന നോക്കി MOQ, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, ഇത്ര പീസ് എടുത്താൽ മാത്രമേ ഹോൾസെയിൽ റേറ്റിന് തരത്തുള്ളൂ, അവർ ഹോൾസെയിൽ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ, റീറ്റെയിൽ ഇല്ല. അപ്പൊ പിന്നെ ഈ സാധനം വന്നു കഴിയുമ്പോൾ ഉള്ളത് നമ്മൾ എവിടെ പോയി എടുക്കണം, മറ്റേ കൊറിയർ ഓഫീസിൽ പോയി എടുക്കണം. ഇപ്പോഴത്തെ പോലെ ഡോർ ഡെലിവറി ഒന്നും ഇല്ല, കൊറിയർ ഓഫീസിൽ തന്നെ പോയി എടുക്കണം. അതായത് നമ്മൾ പോത്തീസിലൊക്കെ ബണ്ടിൽസ് വരുന്ന കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ബണ്ടിൽസ് വന്ന് കൊറിയർ ഓഫീസിൽ കിടക്കും, നമ്മൾ പോയി എടുക്കണം. അപ്പൊ ഞാൻ എന്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ധൈര്യത്തിലാണെന്ന് അറിയത്തില്ല 25,000 രൂപയ്ക്ക് ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് ഓർഡർ ഇട്ട്. അത് ആ പുള്ളിക്കാരിയുടെ പേര് മറന്നേ, അഞ്ജലിയാന്ന് തോന്നുന്നു. അഞ്ജലി മോഗ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുടെ അടുത്താണ് ഞാൻ ഓർഡർ ഇടുന്നത്. അപ്പോൾ എനിക്ക് കൊടുത്തിട്ട് നമുക്ക് 2 ആഴ്ച 3 ആഴ്ച എടുക്കും സാധനം ഇവിടെ വരാനായിട്ട്. കാരണം മറ്റേ അവരയച്ച് ആ സാധനം ഇവിടെ എത്തണമെങ്കിൽ കുറേ നാൾ എടുക്കും. പിന്നെ ഇത് അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആക്രാന്തമായി. ഇത് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അടുത്തൊരു ഓർഡർ ഒരു 15,000 രൂപയ്ക്ക് വേറൊരു ഡീലറുടെ അടുത്തും കൊടുത്ത്, അവരുടെ പേര് വേറെ എന്തോന്നാണ്, അവർക്കും കൊടുത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൈസ ഒന്നും ഇല്ല, ബട്ട് ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ അന്ന് എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഞാൻ ബിജുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അച്ചാച്ചി ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഡീൽ ചെയ്യുന്ന കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫർ ഉണ്ട് എന്ന് കണ്ടോണ്ടേ തന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തു. ബിജുവിനെയും ആ സമയത്ത് ബിജു ഉണ്ട്, ഞാൻ പറഞ്ഞു ബിജുവിൻ്റെ അടുത്ത് എടുത്തോ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ യൂസേജിന്റെ ഇത് പ്രമാണിച്ച് എനിക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ട്, ഇതാന്നൊക്കെ പറഞ്ഞ് ആരാണ്ട വിളിച്ചതിന്റെ പുറകെ ഞാനൊന്നും നോക്കാന്ന് പോയില്ല, ബിജിനോട് പോലും ചോദിച്ചില്ല. ഞാൻ ആ ലോൺ എടുത്ത് ജംബോ ലോൺ, പേഴ്സണൽ ലോൺ. അതിപ്പോ അതിന്റെ പലിശയൊന്നും നമ്മൾ നോക്കുന്നൊന്നുമില്ല. അതിന് 18ഓ 22ഓ ഒക്കെയാണ് പലിശ. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത്
ഓക്കെ എടുത്തു, ഇത്ര ഇത് തിരിച്ചടയ്ക്കണം, ഇത്ര വെച്ച് മാസം 2000 വെച്ചൊക്കെ അടച്ചാൽ മതി, മാസം 5000 വെച്ച് അടച്ചാൽ മതി. ഇത് ചീള് കേസാണ് എന്ന് പറഞ്ഞ് ഞാൻ 50,000 രൂപയുടെയാണ് ലോൺ എടുത്തത് ഫസ്റ്റ്. 50,000 രൂപയുടെ ലോൺ എടുത്തിട്ട് പിന്നെ ഞാൻ 25,000 ഇവിടെയും കൊടുത്ത് ബാക്കി മിച്ചം പൈസ ഞാൻ 15 രൂപയ്ക്ക് പിന്നെ വേറൊരു പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞു, ആ പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് ഞാൻ ഓർഡർ ഇട്ടു. എന്നിട്ട് ഞാൻ പിന്നെ ഈ സാധനം കൊണ്ടുവരുമ്പം വെക്കാനൊരു ഇത് വേണ്ടേ, അതിൻ്റെ ഒരു 12,500 രൂപയുടെ ഒരു സ്റ്റീലിന്റെ ഒരു അലമാരയല്ല, മറ്റേ ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫ് ഉണ്ടല്ലോ, ഇപ്പം നൈറ്റി ഒക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫ്. പിന്നെ വരുമ്പം ആൾക്കാർക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശമാണ്, അതായത് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അച്ചാച്ചി അമ്മച്ചിയും താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ട് വശമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ വലിയ അലമ്പൊന്നുമില്ല, അകത്തൊക്കെ കച്ചറയാണെങ്കിലും ഫ്രണ്ട് നല്ല വൃത്തിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ 2 പ്ലാസ്റ്റിക് കസേര, ഒരു വട്ടത്തിലുള്ളൊരു പ്ലാസ്റ്റിക് മേശ, പിന്നെ ആൾക്കാർ വരുമ്പോൾ ഇച്ചിരി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കയറ്റുവാ പോലത്തെ ഒരു സാധനം, ഇത്രയും വാങ്ങിച്ച് ആ പൈസയും അവിടെ കളഞ്ഞ്. എന്നിട്ട് ഈ സാധനം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിജിനെ കൊണ്ട് ഞാൻ ഒരു ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യിപ്പിച്ച്, പിന്നെ എന്നിട്ടൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്ത് ആ ഫേസ്ബുക്ക് പേജിൽ ഇത് അങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഇവർ തന്ന ഫോട്ടോസ് ഉണ്ട്, ഇവർ കാറ്റലോഗിന്റെ ഫോട്ടോസ് വരെ അതൊക്കെ വെച്ച് ഇടാൻ തുടങ്ങി. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടല്ല, ഇട്ടിട്ട് ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല, അത് വേറെ കാര്യം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് ഇത് കയറി ലൈക്ക് ചെയ്തത്. ഓക്കെ, അവരെല്ലാം ലൈക്ക് ചെയ്തിട്ടും ആരും മേടിക്കുന്നൊന്നുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം ഇത് വീട്ടിൽ ഇരുന്ന് പോത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യത്തെ 1-2 ഒക്കെ തയ്ച്ചിട്ടോണ്ട് പോയപ്പം ഓഫീസിലെ ആൾക്കാർ ചോദിച്ചു ഇതൊന്നും കാണാൻ പറ്റുമായിരുന്നേ നല്ലതായിരുന്നു എന്ന്. അപ്പൊ ആരും വീട്ടിലോട്ട് വരൂലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എല്ലാ ദിവസവും അത്യാവശ്യം നല്ല കുറെ പീസസ്, ഒരു 10-15 പീസും എടുത്തോണ്ട് നേരെ ഓഫീസിലോട്ട് പോകും. ഞാൻ കാറിലാണ് പോകുന്നത്. പോയിട്ട് ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും കൂടെ പിടിച്ച് കാറിനകത്തോട്ട് കയറ്റും. എന്നിട്ടിരുന്ന് തപ്പി ഓരോരുത്തർ മേടിക്കുന്നു, പൈസ തരുന്നു. അപ്പൊ അവർ കയ്യിലാ പൈസ തരുന്നത്. അന്ന് മറ്റേ ജിപേ, ഗൂഗിൾ പേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, കയ്യിലാ പൈസ തരുന്നേ. കൈ പൈസ ആയിരുന്നു. പിന്നെ ജിപേ ഉണ്ടോ? ഇല്ല, കൈ പൈസ ആയിരുന്നു. പിന്നെ ഞാൻ അപ്പൊ തന്നെ കുറച്ച് ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇച്ചിരി പോഷ് ഇതിൽ കൊടുക്കണമെന്നുള്ളതുകൊണ്ട്. ഞാൻ മറ്റേ ബ്രൗൺ പേപ്പറിന്റെ നല്ല പ്രീമിയം ലുക്ക് വരുന്ന ഷോപ്പിംഗ് ബാഗ്. എന്നിട്ട് അതിൽ ഞാൻ തന്നെ കുത്തിയിരുന്ന് സ്റ്റെൻസിൽ, ഞാൻ തന്നെ ഇഷാനയുടെ ലോഗോ സ്റ്റെൻസിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അതിൽ പോസ്റ്റർ കളർ പെയിന്റ് വെച്ച് പ്രിന്റ് അടിച്ച്, ഒരു ദിവസത്തെ പണിയാ, അടിച്ച് ഒരു 10 കവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കവറിലിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവരതും കൊണ്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ വേറെ ആൾക്കാർ ചോദിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിരുന്നതെല്ലാം ഒരു വിധത്തിൽ വിറ്റ് തീർത്ത്. അപ്പം ഒരു കാറ്റലോഗിനകത്ത് ഒരു പ്രിന്റിന്റെ ഒരെണ്ണല്ലേ കാണത്തുള്ളൂ. അപ്പൊ അതിൽ 1-2 പ്രിന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പൊ അവർ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ എനിക്ക് അങ്ങനെ ഒന്നിലധികം എടുക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഈ കാറ്റലോഗ് ഒന്നും കൂടെ ഓർഡർ ചെയ്യണം. അങ്ങനെ ഞാൻ വീണ്ടും അത് ഓർഡർ ചെയ്തപ്പോൾ ഈ സാധനങ്ങളൊക്കെ പോയെങ്കിലും മറ്റു സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഇപ്പൊ ഒരു 25 എണ്ണത്തിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റ് അടുത്ത പോകാത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കും. അത് പിന്നെ ഞാനും ദീപ്തിയും കൂടെ തയ്ച്ച് ഇട്ട് തീർത്ത്. എങ്കിൽ പോലും ലാഭമായിരുന്നു. കാരണം ഒരു 300 അന്ന് എനിക്ക് തോന്നുന്നു 300-350 രൂപയുടെ റേഞ്ചിലുള്ള സാധനം എടുത്തിട്ട് ഞാനൊരു 150 രൂപ കൂട്ടിയിട്ടാണ് ഞാൻ വിറ്റോണ്ടിരുന്നത്. അന്ന് അങ്ങനെയാണ് ഞാൻ ഇട്ടോണ്ടിരുന്നത്. പക്ഷെ അത് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. കാരണം അന്നൊക്കെ 500 രൂപയ്ക്കും മേലെയൊക്കെ നല്ല ചുരിദാർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തെ. പിന്നെ ഇത് നല്ല കോട്ടൺ ആണ്, നമ്മുടെ ഇവിടെ ഒന്നും കാണുന്ന ടൈപ്പ് കോട്ടൺ ഒന്നും അല്ല, ഗുജറാത്തിൽ നിന്ന് വരുന്ന സാധനം, നല്ല സാധനമായിരുന്നു. പിന്നെ അതെനിക്ക് തോന്നുന്നൊരു 7-8 വർഷത്തിന് ശേഷം ഞാൻ അവരുടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് അതിൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരുന്നു. സെയിം സാധനം തന്നെ ക്വാളിറ്റി കനക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വന്നത് നല്ല സാധനമായിരുന്നു. പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ഒരു മോണ്ടിസോറി സ്കൂൾ നടത്തിയിരുന്ന അവരുടെത്താണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചെന്ന് പറഞ്ഞില്ലേ. ആ സ്കൂള് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട്, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലായിരുന്നു ആ സ്കൂളിന്റെ പെർമനന്റ് ലൊക്കേഷൻ. അപ്പൊ അവിടെ നിന്നുള്ള ടീച്ചേഴ്സ് വന്ന് മേടിക്കുമായിരുന്നു. അത് അമ്മച്ചി വഴിയാണ് ആൾക്കാർ മേടിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇവർ കടം പറയും. അപ്പൊ എന്റെ ഡീലിങ്സ്, എന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഡീലിങ്സ് എല്ലാം ഞാൻ രൊക്കം പൈസ മേടിച്ച് അങ്ങ് തീർക്കുമായിരുന്നു. അതിൽ ആകെപ്പാടെ ഒരു റിസപ്ഷനിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൈസ തരാതിരുന്നു. അപ്പൊ ഞാൻ ആരാ മോളെ, ഞാനിങ്ങനെ പുറകെ നടക്കും. ഞാൻ പറയും, അപ്പൊ ഞാൻ അവിടെ മറ്റേ സീനിയർ പ്രോഗ്രാമറും ഇവരവിടെ റിസപ്ഷനിസ്റ്റുവാ. ഞാന് ഇത് കൊണ്ട് കൊടുക്കുകയും ചെയ്ത് ഇവരങ്ങ് പിന്നെയും അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ. അപ്പൊ ഞാൻ പറയാം, അല്ല മറ്റേ പൈസ കിട്ടിയില്ല. അത് തരാം. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കും. പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പം ശമ്പളം കിട്ടുന്ന സമയത്ത് ഞാൻ പോയി ചോദിക്കുമ്പം ദീപ ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കാതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു,
അത് പറഞ്ഞതിന്റെ അപ്പൊ തന്നെ പൈസ തിരിച്ചു കിട്ടി. അതുവരെ നമ്മളെ ഇട്ടൊരുമാതിരി വലപ്പിച്ചിട്ട് ഞാൻ എന്താ നല്ല വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പം അതായത് ആ ഒരു ഒറ്റ അനുഭവം മാത്രമേ എനിക്കുള്ളൂ പൈസ കിട്ടാത്തതായിട്ട്. എന്നിട്ട് തന്നവര് എന്റെ വയലിൽ നാക്ക് കാരണം അവർക്ക് മറ്റേ ഗിൽറ്റടിച്ചോ അല്ലെങ്കിൽ നാശം കൊണ്ട് തിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവർ തന്നു. പിന്നെ ഉള്ളത് അമ്മച്ചി ഡീൽ ചെയ്ത കുറച്ച് പേരാണ്. അതായത് നേരെ ഓപ്പോസിറ്റുള്ള അവര് വന്ന് ഉച്ച സമയത്ത് വന്ന് എല്ലാം കൂടെ വരവി ചുരിദാർ മെറ്റീരിയൽ എടുത്തോണ്ട് പോയിട്ട് പൈസ തരാൻ ബുദ്ധിമുട്ട്. അപ്പൊ അമ്മച്ചി പിന്നെ ഞാൻ അമ്മച്ചിനെ പ്രഷറൈസ് ചെയ്തു, വല്ല കാര്യമുണ്ടോ കൊണ്ടു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി പിന്നെ അവരെ പോയി സത്യാഗ്രഹം ഇരുന്ന് ആ പൈസ എല്ലാം മേടിച്ചെടുത്തു. കാരണം ഒന്നുമില്ല, ഈ നമ്മുടെ ഇതിന്ന് തൊട്ടപ്പുറത്തെ വീടാണ് ഇവരുടെ സ്കൂളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്കൂളെന്ന് പറയാനില്ല, ഒരു വീട്ടിൽ തന്നെയാണ് അവർ സ്കൂളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അതങ്ങനെ കുറെ ആയി കഴിഞ്ഞപ്പോൾ ഈ ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ കുറെ തവണ എടുത്ത് ഞാൻ. അപ്പൊ എനിക്ക് അതിൽ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈവൻ ഒത്തിരി സാധനം ഡെഡ് സ്റ്റോക്ക് വന്നെങ്കിൽ പോലും അത് ലാഭമാണ്. പിന്നെ ഞാൻ ആ വഴിക്ക് ഇങ്ങനെ സാഫല്യം കോംപ്ലക്സിൽ, നമ്മളിവിടെ പാളയത്ത് സാഫല്യം കോംപ്ലക്സിൽ പോയപ്പോൾ ഞാൻ മറ്റേ 280 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 380 അങ്ങാണ്ട് കൊടുത്തോണ്ടിരുന്ന ഒരു ചുരിദാർ മെറ്റീരിയല് അവിടെ 780 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, സെയിം മെറ്റീരിയൽ. അപ്പൊ ഞാൻ ആലോചിച്ച്, അപ്പൊ ഇവർ ഇരട്ടി ആണ് ഇടുന്നത്. അതായത് എത്ര രൂപയ്ക്കാണോ ഇവര് വാങ്ങിക്കുന്നത് അതിന്റെ ഇരട്ടി കാശിനാണ് അവിടെ ഇടുന്നത്. അവിടെ ഇടുന്നതിന് റീസൺ ഉണ്ട്. അവിടെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അവരുടെ കട വരുന്നത്, അതിന്റെ വാടക വരുന്നുണ്ട്, പിന്നെ അതിന്റെ ഇലക്ട്രിസിറ്റിയും അവിടെ നിൽക്കുന്ന ആളുടെ പൈസയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ കേസിൽ 150 രൂപ എനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ തന്നെ കൊണ്ടുപോയി, ഞാൻ തന്നെ പക്ഷെ പിന്നെ ഭയങ്കര മെനക്കെട്ടൊരു പണിയാണ്. നമ്മളിത് ഏത് പ്രൈസിന്റെ നോക്കണം, ഏത് പ്രൈസിന് കൊടുക്കണം എന്ന് നോക്കണം, ഇതെല്ലാം നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഡെഡ് സ്റ്റോക്ക് വരുന്ന ഒരു വലിയ പ്രശ്നമായി. പിന്നെ ഡെഡ് സ്റ്റോക്ക് ഞാനും അനിയത്തിയും കൂടെ മാറി തിരിഞ്ഞ് എടുത്ത് മറ്റേ കടുവാകളി പോലത്തെ ഒക്കെ വേഷങ്ങളാണ്. കടുവാകളി പോലത്തെ പ്രിൻസ്, നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രിൻസ് അവസാനം മിച്ചം വരുന്നത്, അത് കുറെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ തന്നെ തയ്ച്ചിട്ടു. പിന്നെ അത് ഞാനങ്ങ് നിർത്തി. കാരണം ഇതൊരു മെനക്കെട്ട പരിപാടിയാണ്. കാരണം ഞാൻ ഫേസ്ബുക്ക് പേജ് വഴി വിൽക്കാന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇത് നേരിട്ട് കണ്ട ആൾക്കാരെടുക്കും. പിന്നെ എനിക്ക് മതിയാവാൻ തുടങ്ങി. കാരണം ഞാൻ ഇതൊരു കെട്ടുമായിട്ട് പെറുക്കി ചെന്ന് അവിടെ പോയി അവർക്ക് കൊടുത്ത് പിന്നെ അവരുടെ പൈസ മേടിക്കാൻ നിന്ന് ഈ നമ്മൾ 25,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ മുടക്കി കൊടുക്കുന്ന സാധനം നമുക്ക് കിട്ടുന്നത് 540, 420 എന്നൊക്കെ പറഞ്ഞ് പല പല പൈസയായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ പോക്കറ്റിലോട്ട് വെച്ച് അത് ആ വഴി അങ്ങ് ചെലവായി പോകും. അപ്പൊ നമുക്ക് കണക്ക് വെക്കുന്നില്ല. അങ്ങനെ നോക്കിയപ്പം സംഭവം ലാഭമൊക്കെ തന്നെയാണെങ്കിലും അവസാനം ഉള്ളി തൊലിച്ച പോലെ ഒന്നും ഇല്ല അതിനകത്ത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് നിർത്തി. അത് പിന്നീട് എനിക്ക് ജോലിയെല്ലാം പോയതിനു ശേഷം ഞാൻ ആ പേജ് പിന്നെയും തേച്ച് മിനുക്കിയാണ് നമ്മൾ ഇഷാന കിഡ്സ് എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പം അന്ന സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അന്ന സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്ന്. ഇതിനിടയ്ക്ക് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപ്തി ചെന്നൈക്ക് പോകുന്നതാണ്. ദീപ്തിക്ക് ക്യാമ്പസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അവള് ഡിഗ്രിയാണ് ചെയ്തതെങ്കിൽ അവള് ജോലി തപ്പി ഏതോ ഒരു ബിടെക് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിന് പോയി. അവൾക്ക് അവിടുന്ന് ടി സി എസിലും കിട്ടുന്നുണ്ട്, വിപ്രോയിലും കിട്ടിയെന്ന് തോന്നുന്നു. അവൾക്ക് ഒരേ സമയത്ത് തന്നെ വിപ്രോയിലും ടി സി എസിലും കിട്ടി. അവള് ടി സി എസ് ആണ് ചൂസ് ചെയ്തത്. പിന്നെ അവളുടെ പാസ്പോർട്ട് എടുക്കുന്ന പരിപാടി, അതിനൊന്നും ഞാനല്ല പോയത്, അവൾ തന്നെയാണ് പോയത് ഇതിനല്ല. എന്നിട്ട് പക്ഷെ ഇവളെ ചെന്നൈ കൊണ്ട് വിടാനായിട്ട് ഞാനും അച്ചാച്ചിയും പോയി. അതൊരു വലിയ ഓർമ്മയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ പോകുന്നതും. പിന്നെ ഇവക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആലോചിക്കുന്ന, ഇവര് ഒരു സെറ്റ് ഓഫ് ഹോസ്റ്റലിന്റെ പേരൊക്കെ അവർ തരുമെന്തോ ചെയ്ത്. അപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തിരുന്നിട്ട് ഇവക്ക് വേണ്ടിയിട്ട് ചെന്നൈ മൊത്തം മറ്റേ അരച്ചു കലക്കി കുടിക്കുവാണ്. എവിടെയൊക്കെയാണ് ഹോസ്റ്റലുള്ളത്, എവിടെയൊക്കെ പോയി അന്വേഷിക്കാം. ഇവിടെ ഇരുന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ അന്ന് ഗൂഗിൾ മാപ്പ് ഒന്നും അത്ര വലിയ ഇതൊന്നും അല്ല. അപ്പൊ എവിടെയാണ്, അതൊരു എത്ര വർഷമാണ്, ഒരു 10-12 വർഷത്തിന് മുന്നേ. ഇപ്പൊ എത്ര എക്സ്പീരിയൻസ് ഉണ്ട് അറിയത്തില്ല. എന്തായാലും 10-12 വർഷം മുന്നത്തെ കാര്യമാണ്. അപ്പം ഞാനിവിടെ ഇരുന്ന് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കും. എങ്ങനെയാണ്, എവിടെ പോയാണ് തപ്പേണ്ടത്, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പള്ളിയുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, പിന്നെ ഇവിടെ ഇരുന്ന് ആലോചിക്കുക. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ച പോലെ ഒന്നുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് വേറെന്തോ ഒരു സ്ഥലങ്ങളായിരുന്നു അവിടെ. അപ്പൊ അത് നമ്മൾ ഇവിടുന്ന് 3 പേരും കൂടെ ട്രെയിൻ ബുക്ക് ചെയ്ത് പോകുന്നു. ഒരു ദിവസം രാത്രി കയറി പിറ്റേന്ന് രാവിലെ എണീറ്റ് പോവാണ്. അപ്പൊ അത് ഒരു വലിയൊരു ട്രെയിൻ യാത്ര. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു ട്രെയിൻ യാത്രയാണ്.
അപ്പൊ ദീപ്തിയുണ്ട്, അച്ചാച്ചിയുണ്ട്, ഞങ്ങള് എവിടെ എഗ്മൂറോ അങ്ങനെ എഗ്മൂറാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കൃത്യമായിട്ട് കേട്ടോ, എനിക്കിപ്പോ ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ ചെന്നൈ പോണ്. ചെന്നൈയിൽ അവള് തൊറൈപ്പക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. തൊറൈപ്പക്കം, OMR റോഡ്, ഓൾഡ് മഹാബലിപുരം റോഡോ, അവിടെ തൊറൈപ്പക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് അവളുടെ TCSന്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പൊ അവളിങ്ങനെ മറ്റേ ഫ്രഷർ ആയിട്ട് കയറി പ്രൊബേഷൻ പീരീഡോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അവൾക്ക് എനിക്ക് തോന്നുന്നു അപ്പോഴാണോ ഇവക്ക് ഫോൺ മേടിക്കുന്നത്, അതോ എനിക്ക് ഓർമ്മയില്ല, അപ്പോഴാന്ന് തോന്നുന്നു അവള് ഫോണൊക്കെ മേടിച്ചിട്ട് പോയിട്ട്, അതെ അവള് ഫോണൊക്കെ മേടിച്ച് പിന്നെ അവിടെ ചെന്ന് നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് റീചാർജ് ചെയ്യുന്ന പരിപാടിയൊന്നും അന്നില്ല. അപ്പം അവിടെ പോയി ഏതെങ്കിലും ഒരു കടയിൽ പോയി തന്നെ നമ്മൾ മറ്റേ ഉരച്ച് നോക്കുന്ന സാധനം വാങ്ങിച്ചിട്ടാണ് റീചാർജ് ചെയ്യുന്ന പരിപാടി. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ കൊണ്ടുപോയി, ഞങ്ങൾ ആദ്യം ഒരു ഹോട്ടലെടുത്ത്, അതൊരു മലയാളിയുടെ ഹോട്ടലായിരുന്നു. അവിടെ ഹോട്ടലെടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തപ്പാനിറങ്ങി, ഹോസ്റ്റൽ തപ്പാനിറങ്ങി. അങ്ങനെ തപ്പി കുറേ സ്ഥലത്ത് പോയി. എല്ലായിടവും പോകുമ്പോൾ നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ആകെ ഒരു വശപ്പശക് പിടിച്ച പോലത്തെ സ്ഥലമൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആയതുകൊണ്ട് ഞാൻ എല്ലാ പരിസരമൊക്കെ നോക്കിയിട്ട് എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ഇവളെയൊക്കെ എങ്ങനെ ഇവിടെ നിർത്തിയത്? എന്റെ വിചാരം ഇവക്കൊരു ഒന്നും അറിയത്തില്ല, അപ്പൊ ഇങ്ങനെ ഈ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെയൊക്കെ എങ്ങനെ ഞാൻ ഇവിടെ വിട്ടിട്ട് വരും എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തപ്പി അവസാനം ഒരു ഗൗണ്ടറത്തിയും ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റല് അവിടെ പോയി. ഞാൻ നോക്കിയപ്പം ഇവള് താമസിക്കാൻ പോകുന്ന മുറിയിൽ ഓൾറെഡി ഒരു മലയാളി ഉണ്ട്. അപ്പം മലയാളി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവസാനം അവിടെ തന്നെ എടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ തരിശു ഭൂമി പോലത്തെ ഒരു സ്ഥലം. പിന്നെ എന്തോന്നോ ക്രോസ് റോഡ്, അങ്ങനെ പല പേരുകള്. പിന്നെ വഴിയിലെല്ലാം പശു, ചാണകം, പിന്നെ പട്ടികള്, പിന്നെ കുറെ ദാബകള്, അങ്ങനെ കുറെ സംഭവങ്ങള്. അപ്പൊ ഇവിടെ ഞങ്ങള് ഒരു ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ഞങ്ങൾ നേരെ ഞാനും അച്ചാച്ചിയും ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവക്ക് മറ്റേ ബക്കറ്റ്, മഗ്, അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ ഇവളെയും കൊണ്ട് എവിടെയാണ് ഫുഡ്, ഇപ്പം ഹോസ്റ്റലിലെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എവിടെ പോയി ഫുഡ് കഴിക്കാന്നുള്ളത് കാണിച്ചു കൊടുത്ത്, പിന്നെ എവിടെയാണ് ഇത് ഈ റീചാർജ് കൂപ്പൺ എങ്ങനെ മേടിക്കണം, അവിടെ പോയി ഇങ്ങനെ നമ്പർ എഴുതിയിട്ട് കൊടുക്കുകയൊക്കെ വേണമല്ലോ. അപ്പൊ അത് പിന്നെ ഞങ്ങൾ അവിടെ ഒരു മലയാളിനെ കണ്ട്, നമ്മളിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനമൊക്കെ മേടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു മലയാളിനെ കണ്ട്, ആ മലയാളി ഞങ്ങളെ അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പിടിച്ചോണ്ടുപോയി. എന്നിട്ട് അവര് അവിടെ ഇരുന്ന് നമുക്ക് ചായയൊക്കെ തന്നിട്ട് പിന്നെ പറഞ്ഞ് അവിടെയും ഇങ്ങനെ അവിടെ എല്ലാരും ഇങ്ങനെയാണ്, അവരുടെ വീടിന്റെ ഒരു ഭാഗം ഇതുപോലെ ഈ TCS പോലുള്ള കമ്പനികളൊക്കെ അടുത്തുള്ളതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ പേയിങ് ഗസ്റ്റ് ആയിട്ട് സൗകര്യമാക്കി കൊടുക്കും. പിന്നെ അവിടെ തന്നെ ഫുഡും ഒക്കെ അറിയാം. അപ്പൊ ഇവര് പറഞ്ഞ് അവരുടെ ഇതെല്ലാം ഫുള്ളായി, അവരിത് നടത്തുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവരെയും കണ്ട് അത് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഒരു പള്ളി കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ, അപ്പൊ ഞങ്ങൾ പോകുന്ന ശനിയാഴ്ച എങ്ങാണ്ടാ, പിന്നെ ഞങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച എങ്ങാണ്ട്, അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ നടന്ന് ആ ഒരു പള്ളിയിൽ പോയി. അപ്പൊ അവിടെ തമിഴ് കുർബാന, നമ്മുടെ സീറോ മലബാറിന്റെ ടൈപ്പ്, സീറോ മലബാർ എന്ന് പറയാവോ, ആ ടൈപ്പ് തന്നെ കുർബാനയാന്ന്, പക്ഷെ തമിഴ്. ഞങ്ങൾ പോയി തമിഴ് കുർബാനയൊക്കെ കൂടി ദീപ്തിക്ക് ഇതൊക്കെ കാണിച്ചു, സ്ഥലമൊക്കെ പള്ളിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, അതൊക്കെ ആ സ്ഥലമൊക്കെ അതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവം സംഭവിച്ചാൽ ഇവിടെ എങ്ങോട്ട് ഓടും, പട്ടിയുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് കൊണ്ട് നിർത്തി, അവളെ കൊണ്ട് വിട്ട്, അവളെ ആദ്യം ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര പേടി, നെഞ്ചിങ്ങനെ പൊട്ടുന്ന പോലെ, ഇങ്ങനെ പേടിയും വേദനയോ എന്തോ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞിട്ട് ഞാൻ അവസാനം അവളോട് പറഞ്ഞ്, എടി നീ വാ തിരിച്ചു പോവാം, നമുക്ക് ഇവിടെ നിൽക്കണ്ട, നിന്നെ എനിക്ക് ഇവിടെ നിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അച്ചാച്ചി വളരെ കൂളാണ്, അച്ചാച്ചിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞ എടി നമുക്ക് തിരിച്ചു പോവാം, കാരണം എന്റെ കണ്ണിൽ ഇവക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവള് തീരെ കൊച്ചാണ്. അപ്പൊ ഇവളെങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും, ഭാഷ അറിയത്തില്ല, പിന്നെ ഇവളാണ് മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒന്നും ചോദിക്കത്തില്ല, അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ദീപ്തി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എടി നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ നിന്ന് കരഞ്ഞു, വഴി നിന്ന് ഞാൻ കരയും. അപ്പൊ അവള് പറഞ്ഞില്ല സാരമില്ല ഞാൻ അങ്ങനെ എന്തോ അവള് തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ അങ്ങനെ വിട്ട്. എന്നിട്ട് പിറ്റേന്ന് അവളെ രാവിലെ ഇവിടെ മറ്റേ TCSൽ കൊണ്ട് വിടുന്ന വരെ ഞങ്ങൾ നിന്ന്. പിറ്റേന്ന് വന്ന് അവളെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ജസ്റ്റ് നടന്ന് ക്രോസ് ചെയ്യാനുള്ള, പക്ഷെ ഭയങ്കര ഒരു വലിയൊരു ഹൈവേ ആണ്. ആ ഹൈവേ ക്രോസ് ചെയ്തിട്ട് പോകണം. അപ്പൊ എനിക്ക് ഇവള് ക്രോസ് ചെയ്യാൻ അറിയാമോ? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ക്രോസ് ചെയ്യണം, ഇവിടുന്ന് ആൾക്കാർ ക്രോസ് ചെയ്യാൻ കാണും, അപ്പൊ അത് നോക്കി അങ്ങ് ക്രോസ് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇപ്പുറത്തോട്ട് നോക്കിയിട്ടേ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടാ, എനിക്കതങ്ങ് സഹിക്കാൻ പറ്റില്ല. ഏതാണ്ട് എന്റെ കൊച്ചിനെ ഞാൻ വിട്ടിട്ട് വരുന്ന കണക്കത്തെ ഒരു അവസ്ഥയായിരുന്നു.
അപ്പോൾ അവളെ വിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ ട്രെയിൻ കയറി ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ച് ട്രെയിൻ കയറി വരുന്ന സമയത്ത് എനിക്ക് അതേ എനിക്ക് ഓർമ്മയില്ല. ആ ട്രെയിനിൽ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പം നമ്മൾ എടുത്തത് തേർഡ് AC അങ്ങനെയൊന്നും അല്ല. അന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇത് തേർഡ് AC ഒക്കെ ബുക്ക് ചെയ്യണം, ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ ആണ് എന്നുള്ളതല്ല. നമ്മൾ സ്ലീപ്പറോ എന്താണ്ട് തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പം എവിടെ ഇടയ്ക്കൊക്കെ വണ്ടി ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്നാ ചൂടാണ്, പണ്ടാരം അടങ്ങിപ്പോയി. ഇവിടെ കൂടെ ഒക്കെ ഇങ്ങനെ വിയർത്തൊലിച്ച് നമ്മളിങ്ങനെ ഇതിൽ കിടക്കുവാന്നേ പോലും, പിന്നെ കിടക്കുമ്പോഴും പേടിയാണ് ആരെങ്കിലും നമ്മുടെ മാല പൊട്ടിക്കുവോ, നമ്മുടെ ബാഗ് അടിച്ചോണ്ട് പോവോ എന്നൊക്കെയുള്ള പേടിയാണ്. അപ്പൊ അതൊരു ട്രെയിൻ യാത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്തോ ഒരു ധൈര്യത്തിന് ഞാനിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഈ ക്യുക്കറൊക്കെ നോക്കുന്ന പോലെ തന്നെ മേക്ക് മൈ ട്രിപ്പ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പം ചെന്നൈ വരെ പോയി തിരിച്ചു വരാൻ, അതായത് ചെന്നൈ അങ്ങോട്ട് പോയി ടു ആൻഡ് ഫ്രോ അല്ലേ എന്തെങ്കിലും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിന് ഫ്ലൈറ്റിൽ പോയി തിരിച്ചു വരുന്നതിന് 2500 രൂപയുള്ളൂ. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങ് ബുക്ക് ചെയ്തു. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അതായത് ഒരു ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച തിരിച്ച്. ഓക്കെ, ഞാൻ വിചാ പോയേക്കാം. അത് എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. അപ്പൊ ദീപ്തി അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് എനിക്കറിയത്തില്ല. ഇവക്കൊരു ലാപ്ടോപ്പ് ഞങ്ങൾ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവൾക്ക് എന്തോ പഠിക്കാനൊക്കെ ഉണ്ട്. അവള് ടെസ്റ്റിങ്ങിലാണ് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. പക്ഷെ അപ്പൊ അവൾക്ക് ജാവയുണ്ട്, പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇവക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവക്ക് ലാപ്ടോപ്പ് നമ്മൾ മേടിച്ച് വെക്കുന്നു. ലാപ്ടോപ്പ് മേടിച്ചിട്ട് ഇത് ആര് കൊണ്ട് കൊടുക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ച് അങ്ങാണ്ടിരിക്കുന്ന സമയം കണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓഫീസിലിരുന്ന് ഇങ്ങനെ ചുമ്മാ മേക്ക് മൈ ട്രിപ്പ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോ അവിടം വരെ പോയി തിരിച്ചു വരുന്നതിന് 2500 രൂപയുള്ളൂ. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. പക്ഷെ എനിക്ക് ഫ്ലൈറ്റിൽ കയറാനൊന്നും അറിയത്തില്ല, എന്താണോ എന്ത് കുന്തമാണോ ഇത്. എനിവേ എന്നിട്ട് ഞാൻ ലാപ്ടോപ്പ് ഒക്കെ എടുത്തോണ്ട് പോയി. അന്ന് എനിക്ക് ഇങ്ങനെ ഗൂഗിൾ നോക്കി ഓക്കെ ഇതിലെ ഫ്ലൈറ്റിന്റെ പ്രൊസീജിയർ ഒന്നും എനിക്ക് അറിയത്തൊന്നുമില്ല, എന്താ ചെയ്യേണ്ടത് അതിനെപ്പറ്റിയൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല. അതുവരെ ഞാൻ പോയിട്ടില്ല ഫ്ലൈറ്റിൽ. അപ്പൊ ആരുടെയും കൂടെയും പോയിട്ടില്ല, ഒറ്റയ്ക്കും പോയിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് അങ്ങ് പോകണം. എന്റെ ടിക്കറ്റ് മാത്രമേ ഞാൻ ബുക്ക് ചെയ്ത്. അപ്പൊ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവളുടെ ലാപ്ടോപ്പും വിത്ത് ബാഗ്, പിന്നെ എൻ്റെ ഒരു കുഞ്ഞു ബാഗ്, ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമായിട്ട് എൻ്റെ ഒരു ബാഗും ഒക്കെ എടുത്ത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ വിചാരിച്ച്, പിന്നെ എനിക്ക് തോന്നുന്നു അത് ലാപ്ടോപ്പ് കൊടുക്കാനാണോ ഞാൻ പോയത്, അതിനുശേഷം ഇവളെ തിരിച്ച് പിക്ക് ചെയ്യാനും ഞാനൊന്ന് പോയായിരുന്നെന്ന് തോന്നുന്നു. അതിന് ഞാൻ പോയി അല്ലേ, പോയോ? അപ്പൊ ലാപ്ടോപ്പ് കൊടുക്കാൻ പോയ അന്ന് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെന്നൈയിൽ ടി നഗർ കാണണം, ടി നഗർ ഒന്ന് കറങ്ങണം, എന്താണ് സംഭവം എന്നൊന്ന് അറിയണം. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം മറ്റേ നമ്പർ സിസ്റ്റം ആണല്ലോ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ബസ്സിനെല്ലാം നമ്പർ ആണ്, സ്ഥലമൊന്നും എഴുതത്തൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ നെറ്റിലൊക്കെ തപ്പി ഓക്കെ നമുക്ക് ടി നഗർ ഇവിടുന്ന് തുറയപ്പക്കം ടി നഗർ പോകണമെങ്കിൽ എന്താണ്, ഏത് ബസ്സാണ് പിടിക്കേണ്ടത്, ബസ്സിൽ തന്നെയാണ് നമ്മൾ പോയത്, എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല. എനിവേ അപ്പൊ അങ്ങനെ ഞാൻ അന്ന് പോയ വഴിക്ക് ഞാൻ അവളെയും കൂട്ടിയിട്ട് നമ്മൾ ടി നഗർ പോയി. ടി നഗർ പോയിട്ട് ഇവിടെ രാമചന്ദ്രന്റെ പോലെ തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ജയചന്ദ്ര അല്ലേ, അങ്ങനെ ഒരു വലിയൊരു കടയുണ്ട്. ആ കടയിൽ എല്ലാം കയറി അന്നയ്ക്ക് എന്തോ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ടി നഗറിനകത്ത് കയറി എന്തോരം സംഭവങ്ങൾ, എന്തോരം കടകളാണ്, മറ്റേ എല്ലാം ഹോൾസെയിലും ഒക്കെ ഉള്ള കടകൾ, പിന്നെ മറ്റേ 1 hour സ്റ്റിച്ചിങ്. അപ്പൊ അതിൽ ഞാനും ദീപ്തിയും കൂടെ പോയിട്ട് ഒരു ചുരിദാർ എടുത്തിട്ട് ഞാൻ എന്റെ ചുരിദാർ ഞാൻ തയ്ച്ചില്ല, പക്ഷെ ഇവളുടെ ചുരിദാർ ഇനിയിപ്പോ ഞാൻ തയ്ക്കുന്നതൊന്നും പോസിബിൾ അല്ലല്ലോ. സോ ഇവക്ക് അവിടെ തന്നെ ഞാൻ ചുരിദാർ തയ്ക്കാനായിട്ട് കൊടുത്തു. അപ്പം കുറെ ബംഗാളികളെ പോലുള്ള ആൾക്കാർ, തമിഴന്മാരല്ല, അവരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനത് കൊടുത്തിട്ട് നമ്മൾ പിന്നെയും വളയും അതും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ തപ്പി നടന്ന് കുറെ ബാഗ് എന്തൊക്കെ മേടിച്ച് തിരിച്ച് 1 hour പറഞ്ഞ് 1 hour തിരിച്ച് ചെന്നപ്പം ഇവര് തയ്ച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കി. എന്ത് ധൈര്യത്തിലാന്ന് അറിയത്തില്ല. ഒരു 3-4 പേര് നിരന്നിരിക്കുന്നതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് എടുക്ക്, മതി നിങ്ങളുടെ ഇത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവര് കട്ട് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന് പറഞ്ഞ ഉടനെ ഇല്ല മാഡം ഇപ്പൊ തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളാ നിൽക്കുന്ന സെക്കൻഡിൽ അവര് എന്തൊരു സ്പീഡിലായിരുന്നു. അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അവർ കുടകുടാന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുന്നു. പിന്നെ തയ്യലൊക്കെ ആണെങ്കിൽ മറ്റേ ഇങ്ങനെ പറത്തി വിടുവാണ്, ഇങ്ങനെ തള്ളി അങ്ങ് വിടുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും തയ്യക്കാരിയാണല്ലോ. അപ്പൊ ഞാൻ ഇത്രയും സ്പീഡിലൊക്കെ അപ്പൊ അന്നേരം നമ്മുടെ കയ്യിൽ പവർ മെഷീൻ ഇല്ല. അപ്പൊ ഈ പവർ മെഷീൻ ആദ്യമായിട്ട് കാണുന്നത് ഇവർ ഈ തള്ളി വിടുന്നത് കാണുമ്പോൾ ഇതെന്ത് മെഷീനടാ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. പക്ഷെ അവിടെ വിത്തിൻ സെക്കൻഡ് 1 മണിക്കൂറൊന്നും വേണ്ട അവർക്ക്, അവർ പടാന്നും പറഞ്ഞുകൊണ്ട് സാധനം തന്നു. ഇവക്ക് കറക്റ്റ് പാകായിരുന്നു ആ ചുരിദാർ.
എന്നിട്ട് പിന്നെ നമ്മൾ തീനകർന്ന് പിന്നെ എനിക്ക് ആദ്യം ഇവിടെ കൊണ്ടുവിടാൻ പോയപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പറയുന്നത്, പൊങ്കല് അരിപ്പൊങ്കല്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൊങ്കൽ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആദ്യത്തെ ദിവസം ഇവിടെ കൊണ്ടുവിടാൻ പോയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പൊങ്കൽ കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ടി-നഗറിൽ ഒരു കടയിൽ കയറി ഞാൻ പൊങ്കൽ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവളെയും കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന്, എന്നിട്ട് ഇവരുടെ ഹോസ്റ്റലിൽ തന്നെ ഞാൻ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ തിരിച്ച് ഞാൻ അങ്ങ് പോയി. അപ്പൊ എനിക്കൊന്ന് ഊബർ പിടിച്ചാണെന്ന് തോന്നുന്നു തിരിച്ച് ഞാൻ പോകുന്നത്. അന്നേരം ഒരു വാനിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അത് ഊബർ തന്നെയായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ തിരിച്ച് എയർപോർട്ടിൽ കയറി. എയർപോർട്ടിലൊക്കെ കയറി ഇരുന്നപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് എനിക്കിങ്ങനെ ഓക്കാനം പോലെ വരുന്നു, ഉരുണ്ട് കയറുന്നു. അപ്പം എന്താന്ന് വെച്ചാൽ തൊട്ടിപ്പുറത്തൊരു തടിയൻ അങ്കിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്കിൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് എനിക്കങ്ങ് കഴുത്തുവേന എടുക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മറ്റേ ഒതുങ്ങിക്കൂടിയൊക്കെ ഇരുന്ന് ആകെപ്പാടെ എനിക്ക് ശ്വാസം മുട്ടലും ബഹളമൊക്കെ ആയി തിരിച്ച് ഇറങ്ങാൻ നേരത്ത്. അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് ആൾക്കാരോടെല്ലാം ചോദിച്ചു ഓരോ കാര്യങ്ങൾ. സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെയും ബാഗിന്റെ അവിടെയും. അപ്പൊ ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ തുറന്ന് ഇങ്ങനെ ഇടണം, അപ്പം എങ്ങനെയാ അതെല്ലാം പറഞ്ഞ്. പിന്നെ വെള്ളം കുപ്പി അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊക്കെ ഞാൻ അവിടെ ചെന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ എയർപോർട്ടൊക്കെ ചുറ്റി നടന്ന് കാണാനൊന്നുമില്ല. ഇവിടുത്തെ എയർപോർട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ഒന്നും ഇല്ല കാണാനായിട്ട്. അവിടെയും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഡൊമസ്റ്റിക് സൈഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു, സാധനം കൊടുക്കുന്നു, തിരിച്ചിങ്ങ് വരുന്നു. അപ്പൊ മേക്ക് മൈ ട്രിപ്പിന്റെ ഒരു ഇത് പ്രിന്റ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇന്റർനാഷണൽക്കാരൊക്കെ സെപ്പറേറ്റ് പാസ്പോർട്ടൊക്കെ കാണിച്ച് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ, നമുക്ക് വേറെ വഴി, നമ്മൾക്ക് തനി വഴി വേറെയാണെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു കടമ്പ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പ്ലെയിനിൽ പോകുന്നത് ഇവക്ക് വേണ്ടിയിട്ട്. അതിന്റെ ചിലവിൽ ഞാനും അങ്ങ് പോയി വന്നു. പിന്നെ ടി-നഗറിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവള് പിന്നെ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ഇവിടെ എറണാകുളത്തേക്ക് മാറുകയാണ്. അപ്പം ഇവിടെ തിരിച്ച് ട്രിവാൻഡ്രം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ എറണാകുളം പോകുന്നതെന്ന് തോന്നുന്നു. അതിന് ഞാൻ പോയി. പിന്നെ അത് അന്ന് എനിക്ക് തോന്നുന്നു ട്രെയിനിലാണോ പോയത്? അന്ന് അച്ചാച്ചി ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് ഞാൻ ട്രെയിനിലാണ് പോയെന്ന് തോന്നുന്നു. അതെന്ത് ധൈര്യത്തിലായിരിക്കും പോയത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അവിടെ പോയിട്ട് ഞാൻ ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പോയത് അവിടെ ഒരു സെന്റ് തോമസ് ഒരു ചർച്ചുണ്ട്, സാന്തോം ചർച്ചാന്ന് തോന്നുന്നു. അപ്പൊ അത് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. അവിടെ പോയി കണ്ട് പിന്നെ എനിക്കൊന്ന് ടി-നഗറിൽ ഒന്നും കൂടെ പോയെന്ന് തോന്നുന്നു നമ്മള്. എന്നിട്ടാണ് ഞങ്ങൾ അവിടുന്ന് സാധനം എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയൊക്കെ എറണാകുളത്താണ്, കാക്കനാടാണ് ഇവള് കാക്കനാടേക്ക് പോകുന്നത്. അത് ഞങ്ങള് ബിജുവും ഞാനും കൊച്ചും അന്നയും എല്ലാവരും കൂടെ പോയിട്ടാണ് കാക്കനാട് ഇവളെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ നിർത്താനായിട്ട് പോകുന്നത്. കാക്കനാട് അടുത്തുള്ള കുറേ ഹോസ്റ്റലിൽ പോയി, പല ഹോസ്റ്റലും കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒരു ഹോസ്റ്റൽ കണ്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഹോസ്റ്റലും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അവള് ഒരുവിധം അവക്ക് ഡിഗ്രി പാസ്സായപ്പോ തൊട്ട് അവൾക്ക് വീട്ടിൽ നിൽക്കാൻ യോഗമില്ല. അവള് ഇങ്ങനെ ചെന്നൈ, പിന്നെ എറണാകുളത്ത് നിന്ന് പിന്നെ അവള് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയും തിരിച്ച് എറണാകുളം, പിന്നെ എറണാകുളത്ത് നിന്ന് സ്ട്രെയിറ്റ് അവള് ഓസ്ട്രേലിയയിൽ പോയി. ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവൾ പിന്നെ ഈ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന വളരെ ചുരുക്കമായിട്ടേ അവള് വരാറുള്ളൂ. വർഷത്തിലൊന്നോ 2 വർഷത്തിലൊന്നോ ഒക്കെ അവള് വരാറുള്ളൂ. പിന്നെ എറണാകുളം പോയപ്പോഴും ഇതുപോലെ ഹോസ്റ്റലിൽ തപ്പി. അപ്പൊ ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, എനിക്കൊക്കെ ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യാൻ പാടുള്ളപ്പോഴാണ് അവള് ട്രെയിനും ബസ്സും എല്ലാം താണ്ട് പ്ലെയിനും കടന്ന് അവളങ്ങ് കടലും കടന്നങ്ങ് പോയി. അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചവളാണ് ഇപ്പൊ അവള് നല്ല പുട്ടുപോലെ അവൾ അവിടെ തന്നെ പലയിടത്തും ട്രിപ്പ് പോകുന്നു, ബാലി ട്രിപ്പ് പോകുന്നു, മെൽബൺ പോകുന്നു, ട്രിപ്പാണ് അവള്. അപ്പം അന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞടി നീ പോണ്ട, നിനക്കൊന്നും പറ്റത്തില്ല, നീ ഇങ്ങനെ തിരിച്ചു വന്ന്. പക്ഷെ അതിനുശേഷം എനിക്കിപ്പം കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ പിള്ളേരെ വിടുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ധൈര്യത്തോടെയാണ്. ഇപ്പം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ്ങും ഭയങ്കര പേടിയാണ് ഈ പിള്ളേരെ വിടാനൊക്കെ ആയിട്ട്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് അന്ന 1ാം ക്ലാസ്സിൽ അവൾക്ക് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകാൻ നേരത്ത് ഞാൻ വിട്ടില്ല. അന്ന് ഈ മറ്റേ കുറെ പിള്ളേരുമായിട്ട് ഒരു ടെമ്പോ വാൻ പോയിട്ട് മറ്റേ പാർവതി പുത്തനാറിൽ എങ്ങാണ്ട് മറിഞ്ഞ് പിള്ളേർ മരിക്കും എന്തോ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നേ. അപ്പൊ അതെന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇവളുടെ ട്രിപ്പ് പോകാൻ നേരത്ത് ഞാൻ ഇവളെ വിട്ടില്ല, അന്ന ട്രിപ്പ് പോകാൻ നേരത്ത്. അപ്പം അതെവിടെയായിരുന്നെന്ന് വെച്ചാൽ വേളിയിലോ അങ്ങാണ്ടാണ് ഇവരെ 1ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന പോവണ്ട, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണ്, അതുമല്ല സ്കൂൾ ബസ്സിലാണ് പോകുന്നത്, നിനക്ക് ബസ്സിൽ പോകണമെന്ന് അറിയത്തൊന്നുമില്ല, ബസ്സിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഇടിച്ച് നിന്റെ പല്ല് പൊട്ടും, പിന്നെ അപകടം, ഇങ്ങനെ ബസ് മറിഞ്ഞ് അപകടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ വിരട്ടിയാണ് ഞാൻ വിടാതിരുന്നത്.
അപ്പൊ പിറ്റേ ദിവസം പ്രിൻസിപ്പൾ നോക്കിയപ്പം ഇവള് മാത്രം കണ്ട ചെല്ലാത്തത്. അപ്പൊ ഇവളോട് ചെന്ന് ചോദിച്ചു എന്താ പോവാത്തന്ന് ചോദിച്ചപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞു ബസ് അപകടം. അതുപോലെ എന്നെ പ്രിൻസിപ്പൾ വിളിപ്പിച്ച് ഇങ്ങനെയാണോ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന്. കാരണം അങ്ങനെ ഇരുന്ന ഞാനാണ് ഇപ്പം അന്ന അല്ലെങ്കിൽ ആനി ഇപ്പൊ എവിടെ ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞാലും ഞാൻ പറയും പൊക്കോ പൊക്കോ നിങ്ങൾ. കാരണം എനിക്ക് പേടിയുണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞ് ഇവരെ റിസ്ട്രിക്ട് ചെയ്ത് ഇവർക്കത് സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമ്മുടെ ചിറകിന്റെ അടിയിൽ ഇരുന്നാലേ ഇവരങ്ങോട്ടോ, ഇവര് പോട്ടെ പോയി പഠിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പം ഈ അടുത്ത് അന്ന എനിക്കൊന്നൊരു 3-4 ദിവസത്തെ അടുപ്പിച്ച് ആദ്യമായിട്ടാണ് അന്ന ബാംഗ്ലൂർ +1 ടൂർ പോയത്. അവള് 10ാം ക്ലാസ്സിൽ ടൂർ പോകാൻ എല്ലാം കച്ചകെട്ടി ഇരുന്നാണ് ബാംഗ്ലൂർ പോകാനായിട്ട്. പക്ഷെ കറക്റ്റ് പോകുന്നതിന്റെ തലേദിവസം അവൾക്ക് അങ്ങോട്ട് പനിയും ജലദോഷവും തൊണ്ട പഴുത്ത് ആന്റിബയോട്ടിക് ഒക്കെ ആയിട്ട് അവളങ്ങ് തളന്ന് അവസാനം ഡോക്ടറിന്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പോകരുത്, പോയാൽ അവിടുന്ന് ICUലാക്കേണ്ടി വരും, പോരുത്. അങ്ങനെ 10ാം ക്ലാസ്സിലെ ട്രിപ്പ് ക്യാൻസൽ ആയിട്ട് പിന്നെ അവള് പോകുന്നത് +1 അവള് നല്ല കൂളായിട്ട് പോയി വന്നു. അവള് പോയിട്ട് എനിക്ക് യാതൊരു വിഷമോ ടെൻഷനോ ഈ പറഞ്ഞ ദീപ്തിനെ വിട്ടപ്പം ഉണ്ടായിരുന്ന പോലത്തെ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു. അതുമല്ല അവളെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചങ്ങനാശ്ശേരിയിലോട്ടൊക്കെ പോകുമ്പോൾ ഇവളുടെ സാധനങ്ങളെല്ലാം ഇവള് തന്നെ പാക്ക് ചെയ്യേണ്ടത്. ഒരു പ്രായം തൊട്ട് ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവളുടെ ഡ്രസ്സൊന്നും ഞാൻ എടുത്തു വെക്കത്തില്ല. അവൾക്ക് എന്തൊക്കെ വേണോ എല്ലാ ഡ്രസ്സും അവൾ നോക്കിയും കണ്ടും എടുത്തു വെച്ചോളാം ഞാൻ ആദ്യം പറയും. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നീ സഫർ ചെയ്യും എന്ന് പറഞ്ഞ് 8ാം ക്ലാസ് തൊട്ട് ഞാൻ ഇവളുടെ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇവള് ട്രിപ്പ് പോകുമ്പം ഇവള് സർവൈവ് ചെയ്തോളൂ എന്നുള്ളത്. നമുക്ക് അതൊക്കെയാണല്ലോ, അതായത് ഒരു സ്ഥലത്ത് ചെന്നിട്ട് 3-4 പേര് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുന്നത് അത് മാനേജ് ചെയ്ത് പോകണമല്ലോ, അല്ലാതെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ അവളെ ഓൾറെഡി 8ാം ക്ലാസ് തൊട്ടെന്ന് പറഞ്ഞാലും അവളെ കുഞ്ഞിലെ തൊട്ടേ ഞാൻ അങ്ങനെ വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ഭയങ്കര താലോലിക്കുന്ന ഒരു അമ്മയൊന്നുമല്ല ഞാൻ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അനിയനെയും അനിയത്തിനെയും അമ്മച്ചി അല്ലെങ്കിൽ എന്നെയും ഞങ്ങൾ 3 പേരെയും അമ്മച്ചി ഇങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തുന്നത് കാരണം തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇച്ചിരി റിബലായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഔട്ട് ഗോയിങ് എന്നൊക്കെ പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം തന്നെത്താനെ ഓവർ തിങ്ക് ചെയ്തും അല്ലെങ്കിൽ തന്നെത്താനെ കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒക്കെ ഞാൻ ക്യാമ്പിനും കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്, യുവദീപ്തിയുടെ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞാൻ സർവൈവ് ചെയ്തത് ഒത്തിരി ഇങ്ങനെ ഓക്കെ നമുക്ക് ഒരു 10-15 പേർക്കും കൂടെ ആയിട്ട് ഒരു ബാത്റൂം ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പിന് പോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും രാവിലെ എണീറ്റ് ആദ്യമേ മറ്റേ പല്ലേക്കുന്ന ബ്രഷും കുളിക്കാനുള്ള സാധനവും എല്ലാം കൂടെ എടുത്ത് ആ ബാത്റൂമിൽ പോയി ആദ്യമേ പല്ലും തേപ്പും ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ബാക്കി എല്ലാവരെക്കാൾ ഫസ്റ്റ് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു നാക്കാണല്ലോ, അല്ലാതെ തൂങ്ങി എണീറ്റവർക്കും ഒന്നും സംഭവിച്ചൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ച പോയ ഒരാളും ഇങ്ങനെ ഒന്നും ഈ പിള്ളേർ പോയിട്ടില്ല. ദീപും ദീപ്തിയും അങ്ങനെ പുറത്ത് അങ്ങനെ ഒരു കാര്യത്തിനും അവർ പോയിട്ടുമില്ല. അവർക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ എനിക്കറിയത്തില്ല, പക്ഷെ അമ്മച്ചിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. പ്രത്യേകിച്ചും ഏറ്റവും ഇളയ ആളെ ഭയങ്കര കൺസേൺ ആയിരുന്നു. കാര്യങ്ങളൊക്കെ എല്ലാം അമ്മച്ചി തന്നെ ചെയ്തു കൊടുക്കും. ഇപ്പോഴും അവൻ എവിടെയെങ്കിലും പോകാൻ നേരത്തെ എടാ അതെടുത്തോ ഇതെടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ പുറകെ നടന്ന് അവൻ ആണ് എടുക്കുന്നതെല്ലാം, എങ്കിലും ഒരു കൺട്രോൾ ഉണ്ട്. അതുപോലെ എല്ലാ കാര്യത്തിനും അവനും അമ്മച്ചിയോട് ചോദിച്ചിട്ട് ഞാനും എൻ്റെ കല്യാണം കഴിയുന്നവരെ അമ്മ ഞാൻ പെട്രോൾ അടിക്കാൻ പോവാണ്, ഞാൻ ഇന്ന് ഇത്ര രൂപ ചെലവാക്കി, എങ്ങനെയൊക്കെ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആള് കല്യാണം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലായല്ലോ എല്ലാം കൺട്രോൾ. പണ്ട് അങ്ങനെ കൺട്രോൾ അവരുടെ കയ്യിലല്ലായിരുന്നു, എങ്കിൽ പോലും പൈസ കൈകാര്യം ചെയ്യാനാണെങ്കിലും പേടിയൊന്നുമില്ല. പക്ഷെ ഇവർക്കൊക്കെ ഇപ്പോഴും ഒരു എമൗണ്ട് കഴിയുമ്പോൾ അവർക്ക് ആ പേടിയുണ്ട്, വല്ലരും എന്തെങ്കിലും ചെയ്യുമോ ATM പോകുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു ഭയം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ പേടിയില്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ്റെ അതേ ഒരു രീതി എൻ്റെ മക്കൾക്ക് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിലോട്ടെ ഞാൻ ഇവരെ വലിയ മൈൻഡൊന്നും ചെയ്യത്തൊന്നുമില്ല. വീണോ വീണെങ്കിൽ പൊടിയും തട്ടി എണീറ്റ് വെക്കോ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മളങ്ങനെ ഭയങ്കര കെയർ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അന്നേനെയൊക്കെ നമ്മളിങ്ങനെ അവർ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പൊയ്ക്കോളും. കാരണം അവരൊന്നും ആരും അങ്ങനെ പാമ്പർ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് എന്ന് വെച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളങ്ങ് തള്ളി വിട്ടേക്കുമല്ല. അവർക്ക് വേണ്ടുന്ന സമയത്ത് ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പോഴേ അവർ എല്ലാ കാര്യങ്ങളും പൈസ ഡീൽ ചെയ്യുന്നതാണെങ്കിലും പൈസ സൂക്ഷിക്കുന്നതായാലും അവരുടെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നതാണെങ്കിലും വേറൊരാളവരെ യൂസ് ചെയ്യുക എന്നുള്ളതാണെങ്കിലും നോ പറയേണ്ടതിനാണെങ്കിലും അവരുടെ ചോയ്സ്. അത് കുഞ്ഞിലെ തൊട്ടേ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവരുടെ ചോയ്സ് ആണ്. എന്താണ് ഇപ്പൊ എനിക്കിഷ്ടമില്ലാത്ത മറ്റേ അലമ്പ് ഡ്രസ്സൊക്കെ ആയിരിക്കും ഇവർ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഞാൻ പറയും ഓക്കെ എനിക്ക് ഇന്ന പരിപാടിക്ക് പോകുമ്പോൾ മാത്രം ഞാൻ ചിലപ്പോൾ റെസ്ട്രിക്ഷൻ വെക്കും. ആൾക്കാരെ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാപ്പൻ ഡ്രസ്സ് എനിക്ക് ഇടാൻ താല്പര്യമില്ല, ഞാൻ അതിൽ നിങ്ങൾക്കൊരു ചോയ്സ് തരും, പക്ഷെ നിങ്ങൾ പറയുന്ന സാധനം ആയിരിക്കത്തില്ല. ബാക്കി എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പൊക്കെ. ഇപ്പോഴും ആനി എൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും അവൾ മറ്റേ ഇവിടെ കുറച്ച് കീ ചെയിനൊക്കെ തൂക്കിയിടും. അവളുടെ ഫാഷനാണ് അവൾ പറയുന്നത്. അതായത് ഒരു ജീൻസ്
സ്കേർട്ട് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ തൊങ്ങലൊക്കെ തൂക്കിയിട്ടുണ്ട് അവൾ വരും പുറത്തു പോകാനായിട്ട്. പിന്നെ ഒരു തൊപ്പി, പിന്നെ സ്കൂളിലിടുന്ന സോക്സ്, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഷൂസ്, അങ്ങനെ മൊത്തത്തിൽ ഒരു മിസ്മാച്ച് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്. എന്നിട്ട് അവൾ പറയും ഇത് എസ്തെറ്റിക്സ് ആണ് എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നും പറയാറില്ല, അവളുടെ ഇഷ്ടം നടക്കട്ടെ, എന്താ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ചെലവിലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഈ ചോയ്സ് ഒക്കെ അവരുടെ ഇതിലാണ് പോകുന്നത്. ഞാൻ പറയും, എനിക്ക് ഇതുപോലെ കല്യാണം പോലെ വരുന്നിടത്ത് എനിക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഇന്ന ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇടാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ഏത് മെറ്റീരിയൽ വേണം, എങ്ങനെ തയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഇന്ന സാധനമായിരിക്കും അത് അവർ ഒറ്റ ദിവസം ഇടത്തുള്ളൂ. എങ്കിൽ പോലും ഞാൻ പറഞ്ഞാൽ അവരത് കേൾക്കും. ബാക്കിയുള്ളതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ. എന്നാൽ പോലും ഇപ്പൊ അന്നടുത്ത് ഞാൻ ഒരിക്കലും ഫ്രോക്ക് ഇടാൻ നിർബന്ധിക്കാറില്ല, അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അവർക്ക് ഞാൻ പറയും, കല്യാണമാണ്, നമുക്ക് ഒരു എത്നിക് ലുക്കാണ്, അപ്പൊ നീ പറ എത്നിക്കിൽ ഏതാണ് നിനക്ക് വേണ്ടത്, ഷർട്ടും ഇതുവാണോ, നിനക്ക് കുർത്ത തയ്ച്ചാൽ നീ ഇടുവോ, അല്ല പട്ടുപാവട ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഒരു തീരുമാനം എടുക്കുന്നത്. അതങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താ, ദീപുനെയും ദീപ്തിനെയും കണ്ടു കഴിഞ്ഞപ്പം അനിയനെയും അനിയത്തിന്റെയും ഒരു രീതി, അല്ലെങ്കിൽ അവര് കുറെ കാര്യങ്ങളിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അനിയത്തി അത്ര ഇല്ലെങ്കിലും അനിയൻ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പാരന്റിങ്ങിൽ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ്. ഞാൻ അങ്ങനെ വലിയായിട്ട് കെയർ ചെയ്തൊന്നുമില്ല. ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. അപ്പൊ ഈ അടുത്ത കാലത്ത് അവൾ ഇങ്ങനെ ഒരു 4-5 ദിവസത്തെ ഒരു ട്രിപ്പ് അവള് പോയപ്പോഴാണെങ്കിലും എനിക്ക് ഈ ദീപ്തിനെ ഞാൻ കൊണ്ട് ഹോസ്റ്റലിൽ വിട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിഷമം എനിക്കില്ലായിരുന്നു. കാരണം അവള് ജീവിച്ചു പോകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോൺ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോൺ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ബഹളം അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിനക്ക് എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ ഫോൺ വിളിച്ചാൽ ഇങ്ങനെ ഓരോ തവണ എന്നെ വിളിക്കണം എന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് കാര്യങ്ങൾ പറയണം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിനക്ക് വിഷമമുണ്ടോ നീ എന്നെ വിളിച്ചോ, അല്ല നിനക്ക് ഒരു പ്രശ്നമില്ല, ഡു എൻജോയ്, അത്രേ ഉള്ളൂ. 4 ദിവസം നമ്മുടെ അമ്മയുടെ ശല്യമല്ല, എടി തുണി അലക്കടി, തുണി വിരിക്കടി, മറ്റേ പാത്രം കഴുകടി, ഡിഷ് വാഷർ ക്ലീൻ ചെയ്യടി, ഈ അലപ്പില്ലാതെ 4 ദിവസം നീ എൻജോയ് ചെയ്ത് പൊക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിട്ടത്. അപ്പൊ ആ ഒരു മാറ്റത്തിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് ചെന്നൈ ഡയറീസ്. പിന്നെ അവളുടെ കാര്യങ്ങള് അതൊക്കെയാണ് ആ വീട്ടില് കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ. ഇഷാന സ്റ്റാർട്ട് ചെയ്തത്, ഇവള് ചെന്നൈയിൽ പോയത്, ഇവളുടെ പുറകെ പോയത്, പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.